Welcome back to Vibe with Dr. Aparna. സലാം വലൈക്കും, നമസ്തേ, നമസ്കാരം. വൈബ് വിത്ത് ഡോക്ടർ പൂവിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് ഏവർക്കും ഹാർദമായ സ്വാഗതം. ഓരോ പോഡ്കാസ്റ്റ് സെഷനിലും ഓരോ സർപ്രൈസസും ഓരോ എക്സ്പേർട്ടീസ് കവർ ചെയ്യുന്ന സ്പെഷ്യലിസ്റ്റും എക്സ്പേർട്സുമാണുള്ളത്. ഇന്ന് എന്നോടൊപ്പം ഉള്ളത് വളരെ ക്യൂരിയോസിറ്റി ബിൽഡ് ചെയ്യുന്ന, എന്നാൽ നമുക്ക് ആധികാരികമായി അറിയാൻ ഒരുപാട് ആഗ്രഹമുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ട് ഷീ ഈസ് എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഷീ ഈസ് എ ട്രെയിനർ, നോട്ട് ജസ്റ്റ് ദാറ്റ്, ഷീ ഈസ് എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ആൻഡ് ഓൾസോ ദ ഫൗണ്ടർ ഓഫ് അസ്നത്ത് മൻസൂർ ഇമ്പാക്ട്. So welcome to the podcast session. Thank you so much for being my guest. ആദ്യത്തെ പോഡ്കാസ്റ്റ് സെഷൻ ആണെന്ന് തോന്നുന്നല്ലേ? ആൻഷ്യസ് ആണോ? അല്ല, കുഴപ്പമില്ല, ഓക്കെയാണ്. ഒരു വലിയ വാസ്റ്റ് ടോപ്പിക് ചുരുക്കത്തിൽ എങ്ങനെ പറയണം എന്നുള്ള ഒരു ചിന്തയിലായിരിക്കും താങ്കൾ. എന്തായാലും നമുക്ക് ആദ്യം വൈകിപ്പിക്കാണ്ട് വെൽക്കമിങ് യു വൺസ് അഗൈൻ. ലെറ്റ്സ് ബിഗിൻ. ഓൾ ദ വേ ഫ്രം മലപ്പുറം, ഇപ്പോൾ UAE-യിലാണ്. ഞാൻ അസ്നത്ത് മൻസൂർ ഇമ്പാക്റ്റിനെ പറ്റി ചെറിയൊരു സൂചനയെ കൊടുത്തിട്ടുള്ളൂ. വിൽ ഗെറ്റ് ടു ദാറ്റ്. ബട്ട് ബിഫോർ ദാറ്റ്, ഇപ്പോൾ ലെറ്റ് മീ സ്റ്റാർട്ട് ഓഫ് വിത്ത് മൈ ക്വസ്റ്റ്യൻസ്. ChatGPTയും ഗൂഗിളൊക്കെ നോക്കിയിട്ട് അസുഖം നിർണ്ണയിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ താങ്കളുടെ ടേക്ക് ഓൺ ഇറ്റ് എന്താണ്? അതായത് ഇന്ന് ഒരുപാട് പേര് ഈ ChatGPTയും ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തുകൊണ്ട് അവരുടെ സ്വന്തം അസുഖങ്ങൾ ഡയഗ്നോസ് ചെയ്യുന്നുണ്ട്. അത് ശരിക്കും ഭയങ്കര തെറ്റാണെന്ന് തന്നെ പറയുന്നു. ഈവൻ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ തന്നെ ഒരിക്കലും ക്ലയൻറ്റ് വന്നിട്ട് പറഞ്ഞു വൈഫിന് OCD ആണെന്ന്. അപ്പോൾ ഞാനത് ഫൈൻഡ് ചെയ്തു, അത് OCD അല്ല, പോസ്റ്റ് പാർട്ടം ഡിസോർഡറാണ്. അപ്പം അങ്ങനെ പലതുണ്ട്. സിംറ്റംസ് നോക്കിക്കൊണ്ട് ഐഡൻറ്റിഫൈ ചെയ്യും ഇതാണ് പ്രോബ്ലം എന്ന്. പക്ഷെ ആക്ച്വലി അത് അങ്ങനെയല്ല. അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ തോന്നുകയാണെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ കണ്ട് നമ്മളത് ഫൈനലൈസ് ചെയ്യുക എന്നുള്ളതാണ്. അല്ലാതെ സ്വമേധ തീരുമാനങ്ങൾ എടുക്കാതിരിക്കുക. ഓക്കെ. ആൻഡ് മാത്രമല്ല, എനിക്ക് തോന്നുന്നത് ChatGPT ഗൂഗിൾ ക്യാൻ ബി ഓഫ് ഹെൽപ്പ്. നമുക്കത് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഒരു ഗൈഡായിട്ട് നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ എനിക്ക് തോന്നുന്നു നമ്മളെ, സോറി ടു ഇന്ററപ്റ്റ് യു, നമ്മളെപ്പോഴും ലാസ്റ്റ് എഴുതുമല്ലോ സീക്ക് മെഡിക്കൽ ഹെൽപ്പ് ഓർ സീക്ക് അസിസ്റ്റൻസ്, അത് വായിക്കാണ്ട് പോകരുത്. അതെ, നമ്മളതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. അത് നമ്മൾ എന്തായാലും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് ഈവൻ ChatGPT ആയിക്കോട്ടെ, ഏത് AI പ്രോംപ്റ്റ്സ് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ പോലും ഏറ്റവും അവസാനം അവർ പറയുന്നുണ്ട്, എസ്പെഷ്യലി ഈ മെഡിക്കൽ റിലേറ്റ് ചെയ്ത് മെൻ്റൽ ഹെൽത്ത് റിലേറ്റ് ചെയ്തുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ ആദ്യം തന്നെ അവർ പറയും ഞാനൊരു AI ആണെന്നേ അവർ പറയുന്നുണ്ട്. അതെ, സോ നമ്മൾ അത് മനസ്സിലാക്കിക്കൊണ്ട് പെരുമാറുക എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലിനെ നമ്മൾ അപ്രോച്ച് ചെയ്തുകൊണ്ട് മാത്രം നമ്മൾ എന്ത് ചെയ്യുക, ഫൈനലൈസ് ചെയ്യുക. ഓൾ റൈറ്റ്, മൂവിങ് ഓൺ ടു മൈ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താങ്കൾ എഡ്യൂക്കേഷൻ ഫീൽഡിൽ കൗൺസിലറായിട്ടൊക്കെ പോയിട്ടുണ്ട്. അതിൽ ഒരുപാട് എന്താ പറയുക, നമ്മളെ ഞെട്ടിപ്പിക്കുന്ന, നമ്മുടെ ഉറക്കം കളയുന്ന, നമ്മളെ ട്രോമറ്റൈസ് ചെയ്യാൻ വരെ പവർഫുൾ ആയിട്ടുള്ള സ്റ്റോറീസ് കേട്ടിട്ടുണ്ടാവും, ജീവിത യാഥാർത്ഥ്യങ്ങൾ കേട്ടിട്ടുണ്ടാവും. അതിനെപ്പറ്റി താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? അതിൽ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ഏത് രീതിയിലുള്ള മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂസ് ആണ് അവരെ ബാധിക്കുന്നത്? If you can give us a brief, please. ഞാനൊരു ടീച്ചറും കൂടെ ആയിരുന്നു. സോ എല്ലാ കൗൺസിലർക്കും ടീച്ചറാകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഒരു പക്ഷെ അതെനിക്ക് പറയാൻ പറ്റില്ല. പക്ഷേ എല്ലാ ടീച്ചേഴ്സിനും നല്ല കൗൺസിലർ ആകാൻ പറ്റുന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ ഫ്രണ്ടിലിരിക്കുന്നത്. ഞാൻ ഇന്നൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ അത് ഓഫ് കോഴ്സ് എനിക്ക് എൻ്റെ ആ ഒരു ടീച്ചിങ് എക്സ്പീരിയൻസിൽ വന്നിട്ടുണ്ടായിരുന്ന ഓരോ എഫക്റ്റുകളും അതിൻ്റെ ഒരു റിസൾട്ടാണ്. എനിക്കിപ്പോൾ പ്രൗഡായിട്ട് പറയും, ഇന്നും അന്തസ്സോടെ, എനിക്ക് അഭിമാനത്തോടെ തന്നെ നിങ്ങളോടും അല്ലെങ്കിൽ സൊസൈറ്റിയോട് തന്നെ പറയാൻ പറ്റും, ഇന്നും മരണത്തിൻ്റെ മുന്നിൽ നിന്ന് പോലും പല കുട്ടികളും ഇപ്പോൾ ജീവിച്ചിരിപ്പുണ്ട് എന്നുള്ളത് ഒരു അധ്യാപിക ആയിട്ടുള്ള ഈവൻ പല ടീച്ചേഴ്സിനും അതിന് സാധിക്കും. നമ്മുടെ മരണത്തിൻ്റെ വക്കിൽ നിന്ന് പോലും പല കുട്ടികളെയും കൈ പിടിച്ചുയർത്താൻ ഏതൊരു ടീച്ചർക്കും സാധിക്കും. അത് നമ്മൾ ചെയ്യുക. പിന്നെ കുട്ടികൾക്ക് വരുന്ന ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത് പല രീതിയിലാണ്. അത് ഭയങ്കര വൈഡാണ്. അതൊരു പക്ഷേ ഇപ്പോൾ നമ്മുടെ ഈ ഒരു ടോക്കിലൊന്നും അത് അവസാനിക്കില്ല. മെൻ്റൽ ഡിസോർഡേഴ്സായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ട്. പിന്നെ ചൈൽഡ് ട്രോമ, ഈവൻ ഒരു കുട്ടി 8th പഠിക്കുന്ന കുട്ടിക്ക് ഒരു പ്രോബ്ലം കുട്ടി ഐഡൻറ്റിഫൈ ചെയ്യുന്നത് അപ്പോഴൊന്നും ആ കുട്ടിക്ക് അത് അറിയില്ല. പിന്നീട് നമ്മളെടുത്ത് വരുമ്പോഴാണ് അറിയുന്നത് ഗ്രേഡ് 3 പഠിക്കുമ്പോൾ കുട്ടിക്ക് ഉണ്ടായിരുന്ന ഒരു ഇൻസിഡൻ്റ് ആണ് കുട്ടീനെ ട്രോമയിലോട്ട് എത്തിക്കുന്നത്. അതുപോലെ പല കേസസ് ഉണ്ട്. നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറം വരുന്ന പല കേസസും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പക്ഷേ ഏറ്റവും കൂടുതൽ നമുക്ക് വേണ്ടത് നല്ലൊരു സപ്പോർട്ട്. എഡ്യൂക്കേഷൻ സെക്ടറിൽ ടീച്ചേഴ്സ് ചെയ്യേണ്ടത് നല്ലൊരു ലിസണർ ആവുക എന്നുള്ളതാണ്. കുട്ടികളെ ജഡ്ജ് ചെയ്യാതെ നമ്മൾ അവരെ ചേർത്ത് പിടിച്ചാൽ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ പറയുമല്ലോ നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്, കുറേ ചേഞ്ചസ് വന്നു, ന്യൂ ജെൻസി പിള്ളേർ അങ്ങനെയാണ് ഇങ്ങനെയാണ്. പക്ഷെ അതേ ജെൻസി പിള്ളേർ തന്നെ നാളത്തെ തലമുറയ്ക്ക് തീർച്ചയായിട്ടും ഗുഡ് പ്രോമിസ് കൊടുക്കാൻ പറ്റുന്നവരാകും. അത് ഇന്നത്തെ ടീച്ചേഴ്സിന് സാധിക്കും.
അവരുടെ നല്ല നാളെയും നല്ല ഭാവിയും നമുക്ക് വാഗ്ദാനം ചെയ്യാൻ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും നമ്മുടെ യൂത്തിനാണ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത്. യൂത്തിന്റെ കയ്യിലാണ് നാളത്തെ ഭാവി ഉള്ളത്. തീർച്ചയായിട്ടും. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് എഡ്യൂക്കേഷൻ സെക്ടറിൽ പറയാനുള്ളത്. ഏതെങ്കിലും ഒരു ഇൻസ്റ്റൻസ് താങ്കൾക്ക് നെയിമോ ഡീറ്റെയിൽസ് ഒന്നും റിവീൽ ചെയ്യണ്ട, താങ്കൾക്ക് ഷെയർ ചെയ്യാൻ പറ്റുമോ നമ്മുടെ ഓഡിയൻസുമായിട്ട്? സംതിങ് ദാറ്റ് റിയലി ഷുക്ക് യു. താങ്കളുടെ ഒരു പ്രാക്ടീസിൽ ചിലപ്പം ഇനിഷ്യൽ ഫേസിലാവാം ഇറ്റ് റിയലി ലെഫ്റ്റ് യു വാവ്, ആ കുട്ടി ഇന്ന് സേഫ് ആണ് എന്നാകുമ്പോൾ. തീർച്ചയായിട്ടും. ഇപ്പോൾ നമ്മുടെ ഫാമിലിയിൽ തന്നെ നമ്മളെല്ലാവരും വിചാരിക്കും എല്ലാവരും നല്ലവരാണെന്ന് നമ്മൾ വിചാരിക്കും. ചിലപ്പോൾ നമ്മുടെ സ്വന്തം ഗ്രാൻഡ് പാരൻസ് ഏജ് ഉള്ളവരാണെങ്കിൽ പോലും പല കുട്ടികൾക്കും ബാഡ് ആയിട്ടുള്ള വീഡിയോസൊക്കെ ഫോണിൽ കാണാൻ വേണ്ടിയിട്ട് കുട്ടിയുടെ ഒപ്പം നമ്മൾ കാണുമ്പോൾ എന്താ നമുക്ക് കുട്ടീനെ കെയർ ചെയ്യുന്ന ഒരാളായിട്ടാണ് തോന്നുക. പക്ഷേ അയാൾ കുട്ടീനെ ഒറ്റയ്ക്ക് ഇരിക്കുന്ന സമയത്ത് ഇൻസിസ്റ്റ് ചെയ്യും പല ബാഡ് വീഡിയോസ് കാണാൻ. അത് കുട്ടീനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിരുന്നു. അങ്ങനെ ഒരു കുട്ടീനെ ഐഡൻറ്റിഫൈ ചെയ്തു. അപ്പം നമ്മൾ ഒരു പാരൻ്റ് ആയിട്ടാണ് നമ്മൾ ആ ആളെ വിളിക്കുന്നത്. അയാൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വന്നു, എന്താ ടീച്ചറെ പ്രോബ്ലം ചോദിച്ചു വന്നു. പക്ഷേ അയാൾ വന്നപ്പോൾ ഞാൻ കുറച്ച് ക്വസ്റ്റ്യൻ ചോദിച്ചത് അയാൾ പറഞ്ഞു, സോറി ടീച്ചർ, ഇനി ഒരിക്കലും എൻ്റെ ഭാഗത്തു നിന്ന് അങ്ങനെ ഉണ്ടാവില്ല എന്ന്. അതോടുകൂടെ കുട്ടിയുടെ മൈൻഡൊക്കെ ഒന്ന് റെഡിയായി, അവൾ ഓക്കെ ആയി. അത് കുഞ്ഞു കാര്യമാണ്. അതേപോലെ തന്നെ ഈവൻ നമുക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ബ്രദേഴ്സ് ആണെങ്കിലും സിസ്റ്റേഴ്സ് ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ മിസ്ബിഹേവ് നടക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളുള്ളത്. സോ കുട്ടികൾക്ക് ചെറുപ്പം തൊട്ടേ നമ്മൾ അവർക്കൊരു സെപ്പറേറ്റ് എഡ്യൂക്കേഷൻ തന്നെ കൊടുക്കണം. സെക്ഷൽ എഡ്യൂക്കേഷനും കൂടെ കുട്ടികൾക്ക് ഫ്രം ദി ഹോം ഇറ്റ് സെൽഫ് അത് സ്റ്റാർട്ട് ചെയ്യുന്നത് നോഷനും അല്ല, അതൊരു അത്യാവശ്യമായി മാറി. അതെ, ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര അത്യാവശ്യമാണ്. അല്ലെങ്കിൽ അതായത് നമ്മളിങ്ങനെ സൊസൈറ്റി മാറുകയാണ്, ജനറേഷൻ മാറുകയാണ്. മോഡേൺ പാരന്റിങ് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളെല്ലാവരും ഉള്ളത്. മോഡേൺ ജനറേഷന് മോഡേൺ പാരന്റിങ് തന്നെ കൊടുക്കണം. ഇപ്പോൾ ചില ട്രെയിനിങ് സെഷനൊക്കെ പോകുന്ന സമയത്ത് പിള്ളേർ പറയും, പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പാരന്റ്സ് വന്നിട്ട് പറയുമല്ലോ, മക്കളെ കുറച്ച് വെള്ളം കുടിച്ചോ, ചായ വേണോ. എന്തൊരു വെറുപ്പിക്കലാണ് മാമ ആ ചെയ്യുന്നത് എന്ന് ഒന്ന് ആലോചിച്ച് നോക്കണം. പാരന്റ്സിനെ സംബന്ധിച്ചിടത്തോളം അത് അവർ കൊടുക്കുന്ന ഒരു കെയറാണ്. പക്ഷെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ഇറിറ്റേഷൻ ചെയ്യുന്ന ഒരു ഫാക്ടറാണ്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. നമ്മൾ ചെയ്യുന്ന കുഞ്ഞു കാര്യങ്ങളായിക്കോട്ടെ വലിയ കാര്യങ്ങളായിക്കോട്ടെ. നമ്മൾ ഇപ്പം ഇവിടുന്ന് ഞാനൊരു 6 വരച്ചാൽ അപ്പുറത്ത് നിൽക്കുന്ന ആൾക്ക് അതൊരു 9 ആയിരിക്കും. സോ എവറി പേഴ്സൺ തിങ്ക് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടാണ് സംഭവിക്കുക. ഇറ്റ് കനോട്ട് ബി കൺവേഡ്. നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ അത് കൺവേ ആകണം എന്നില്ല. എനിക്ക് തോന്നുന്നു അതിനൊരു മീഡിയേറ്റർ ചാനലാണ് വേണം. അതിനാണ് നമ്മൾ ടീച്ചേഴ്സ് ആണെങ്കിലും കൗൺസിലേഴ്സ് ആണെങ്കിലും ഒരു ആൾ, ഇനി ആരും വേണ്ട, കൗൺസിലേഴ്സ് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരാളല്ലാതെ തന്നെ എന്തെങ്കിലും അവർ പറയുന്നത് കേൾക്കാൻ പറ്റുന്ന ഒരാൾ അവർക്ക് ഉണ്ടായാൽ മതി. ഒരു ലിസണർ എപ്പോഴും ഒരാൾക്ക് ഉണ്ടാവുക എന്നുള്ളതാണ്. ആ ഒരു ലിസണർ ഉണ്ടെങ്കിൽ അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷെ അങ്ങനെ ഒരു ലിസണർ കിട്ടാത്ത സാഹചര്യത്തിൽ ഇന്ന് പലരും ഈ ലോകത്ത് ഉണ്ടാവാതിരിക്കാനും കാരണങ്ങളുണ്ട്. സോ വി ഹാവ് ടു ബി കെയർഫുൾ. സോ ട്രൂ. ഓൾ റൈറ്റ്, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. UAE അല്ലെങ്കിൽ പ്രവാസ ലോകത്ത് ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ട് വരുന്ന ഒരു ടേമാണ് സ്ട്രെസ്. ഐ എം സോ സ്ട്രെസ്ഡ് ഔട്ട്. സ്ട്രെസ്സ് ട്രിഗർ ചെയ്യുന്ന ഇഷ്യൂസ് ഒട്ടനവധിയാണ്. അത് മെൻ്റൽ ഹെൽത്തിനെ മാത്രമല്ല ഫിസിക്കൽ ഹെൽത്തിനെയും വെൽബീയിങ്ങിനെയും ബാധിക്കുന്നുണ്ട്. ഐ എം ഷുവർ യു വുഡ് അഗ്രി. അത് കൂടാണ്ട് ദർ ഇസ് അനദർ ടേം കോൾഡ് ബേൺ ഔട്ട്. ഇതെന്താന്ന് പോലും പലർക്ക് പോലും അറിയില്ല. ഈ സ്ട്രെസ് ടു ബേൺ ഔട്ട് ഇതൊരു ട്രാൻസിഷൻ ഫേസ് ആണോ, അതോ സ്ട്രെസ് ഇസ് സംതിങ് ടോട്ടലി ഡിഫറെൻറ്റ് നോട്ട് റിലേറ്റഡ് ടു ബേൺ ഔട്ട്? ഇതിനെപ്പറ്റി താങ്കളുടെ ടേക്ക് ഓൺ ഇറ്റ്. എല്ലാ സ്ട്രെസ്സുകളും ഒരിക്കലും ബേൺ ഔട്ട് ആവില്ല. പക്ഷെ എല്ലാ ബേൺ ഔട്ടുകളും സ്ട്രെസ് ഉണ്ടായിരിക്കും. സ്ട്രെസ് എന്ന് പറയുന്നത് ഷോർട്ട് ടേം ആണ്. നമുക്ക് ആ ഒരു ടൈമിൽ നമുക്ക് നമ്മുടെ ഒരു മെൻ്റൽ ഹെൽത്തിൽ നമുക്ക് തോന്നുന്ന ഒരു ഫീലിംഗ് ആണ് സ്ട്രെസ്. ഫോർ എക്സാമ്പിൾ വർക്ക് പ്രഷർ ആയിരിക്കും. വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ വർക്ക് പ്രഷർ ആയിരിക്കും. സ്റ്റുഡൻസ് ആണെങ്കിൽ അവർക്ക് പഠിക്കുന്നതിലുള്ള പ്രഷർ ആയിരിക്കും. അത്തരം കാര്യങ്ങൾ. നേരെ മറിച്ച് ബേൺ ഔട്ട് എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് കുറച്ച് ലോങ് ടേം ആണ്. നമ്മൾ കുറച്ച് കാലം നമുക്കൊന്നും ചെയ്യാൻ തോന്നില്ല. എനിക്ക് നന്നായി വർക്ക് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പലരും അതിനെ മടിയെന്ന് പറയും. ഇറ്റ്സ് നോട്ട് ലൈക്ക് ലേസിനെസ്. അത് ശരിക്കും ഒരു ബേൺ ഔട്ടാണ്. അവർ പോലും അറിയാതെ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിൽ അത് സ്റ്റിക്ക് ഓൺ ചെയ്ത് കിടക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. നമ്മൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഫോണിൻ്റെ ഗാലറിയിൽ ഫോട്ടോസ് ഫുള്ളായാൽ നമ്മൾ എന്താ ചെയ്യുക? കുറച്ച് കാര്യങ്ങൾ ഡിലീറ്റ് ചെയ്യും. ഡിലീറ്റ് ചെയ്യാത്ത പക്ഷം എന്താ സംഭവിക്കുക? സ്റ്റോറേജ് ഫുൾ എന്ന് എഴുതും. നമ്മുടെ ഫോൺ ചിലപ്പം ചാർജിങ്ങിൽ ഇടുമ്പോൾ ഓവർ ചാർജ് വന്നാൽ അതെന്താ ചെയ്യുക? ഫോൺ ഹീറ്റ് ആകും. സോ ഫങ്ഷനിങ് സ്ലോ ആകും. ലൈക്ക് ദാറ്റ് നമ്മുടെ ബ്രെയിനിൽ എല്ലാ കാര്യങ്ങളും ഇതേപോലെ നമ്മൾ നമ്മുടെ ഓരോ കാര്യങ്ങൾ സ്ട്രെസ് കൂടി അതൊരു കൂടാരം, കല്ലുകൊണ്ടൊരു കൂടാരം പണിയാന്ന് പിള്ള ഒരവസ്ഥയിൽ അതങ്ങനെ നിറഞ്ഞു നിൽക്കും. പെട്ടെന്നാണ് ഇതങ്ങോട്ട് പൊട്ടിത്തെറിക്കുക. ആ പൊട്ടിത്തെറിക്കുമ്പോൾ ബേൺ ഔട്ടിൽ നിന്നും മാറി ബാക്കിയുള്ള വലിയ ഈവൻ സൂയിസൈഡ് പോലുള്ളതിലോട്ട് വരും എത്തിപ്പെടുന്നൊരു കേസ്. സോ സ്ട്രെസ്സിൽ നിന്നാണ് ബേൺ ഔട്ട് വരുന്നത്. അപ്പോൾ എല്ലാവരും സ്ട്രെസ് എന്ന് വിചാരിക്കും. എല്ലാ സ്ട്രെസ്സുകളും
ബേൺ ഔട്ട് അല്ല, പക്ഷെ എല്ലാ ബേൺ ഔട്ട് എന്താണ്, സ്ട്രെസ്സുകൾ ഉണ്ട്. ഓക്കെ. സോ അതിന് Trigger ആണ് പ്രോപ്പർ അല്ലേ ആയിട്ട്, യെസ്, പ്രോപ്പർ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണം. ട്രീറ്റ്മെന്റ് എന്ന് പറയുമ്പോൾ മെഡിസിൻ ഒന്നും വേണ്ട, ലൈക്ക് തെറാപ്പീസ് മതി. നമ്മൾ CBT തെറാപ്പി ഒക്കെ കൊടുത്താൽ തന്നെ കുറെ കാര്യങ്ങളൊക്കെ മാറ്റി. CBT സ്റ്റാൻഡ്സ് ഫോർ കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. നമ്മുടെ കോഗ്നിറ്റീവ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് റിക്കവർ ചെയ്യാനും നമ്മൾ അതിനൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യാനും ആ തെറാപ്പി നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ ഡയലക്റ്റിക്കൽ തെറാപ്പി, പല രീതിയിലുള്ള തെറാപ്പീസ് ഒക്കെ ഉണ്ട്. നമുക്ക് അത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നല്ലത്. മെയിനായിട്ട് സ്ട്രെസ് കുറക്കാൻ നമുക്ക് മൈൻഡ്ഫുൾനെസ്, അതായത് എവറി ഡേ നമ്മളൊരു 10 മിനിറ്റ് നമ്മുടെ മൈൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് നല്ലതാണ്. അതേപോലെ തന്നെ നമ്മൾ പ്രിയോറിറ്റൈസ് ചെയ്യുക ടാസ്കുകൾ. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനൊന്നും ആഗ്രഹമുണ്ട്, അപ്പോൾ എല്ലാ കാര്യം ഒറ്റയടിക്ക് ചെയ്യുന്ന നമ്മൾ റോബോട്ടൊന്നും ആവില്ലല്ലോ ഒരു പക്ഷേ. സോ അത് നമ്മൾ എന്ത് ചെയ്യുക, പ്രയോറിറ്റൈസ് ചെയ്യുക. ദെൻ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക. നമ്മുടെ ഫീലിങ്സ് അറ്റ്ലീസ്റ്റ് നമ്മുടെ ഫ്രണ്ട്സിനോടോ വേണ്ടപ്പെട്ടവരോടോ ഒന്ന് എക്സ്പ്രസ് ചെയ്യുക. ഇനി അവരെ ബുദ്ധിമുട്ടാണെന്നുണ്ടെങ്കിൽ അതിനാണ് ഞങ്ങളെപ്പോലുള്ള ഒരുപാട് കൗൺസിലേഴ്സ് ഈ ലോകത്തുള്ളത്. സോ യു ക്യാൻ അപ്രോച്ച് അസ്. സോ അതോടുകൂടെ അവർ പ്രശ്നങ്ങളൊക്കെ മാറും, അവർ ഹാപ്പി ആയിട്ട് മാറും, അവരുടെ അതൊക്കെ മാറി അവർ ബാക്ക് ടു നോർമൽ ആകും. ഓക്കെ. ഇനിയാണ് ആ കോൺട്രവേഴ്ഷ്യൽ ക്വസ്റ്റ്യനിലേക്ക് നമ്മൾ കടക്കാൻ പോകുന്നത്. ബേസിക്കലി പറയും കുട്ടികളുടെ ബിഹേവിയറൽ ചേഞ്ചസിനും കാര്യങ്ങൾക്കും കുഞ്ഞുങ്ങളെ നമ്മൾ കൗൺസിൽ ചെയ്യണം, അവരെ നമ്മൾ തെറാപ്പിക്ക് കൊണ്ടുപോകണം, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ബട്ട് എവറി കോയിൻ ഹാസ് 2 sides അല്ലേ? വാട്ട് അബൌട്ട് ദ പേരൻറ്റൽ സൈഡ്? അതിൽ പ്രോബ്ലംസ് വന്നുകൂടെ? അതിനെപ്പറ്റി എല്ലാവരും പറയും, ജനറലി പൊതുസമൂഹം പറയുന്നത് മാതാപിതാക്കളാണ് നമ്മുടെ ഗാർഡിയൻ ഏഞ്ചൽസ്. ട്രൂ ആണ്, ദേ ആർ ആർ ഗൈഡിങ് ലൈറ്റ്, ദേ ആർ ഏഞ്ചൽ സെൻറ്റ്. കാരണം ദൈവത്തിന് എല്ലായിടത്തും ഉണ്ടാകാൻ സാധിക്കാത്തതുകൊണ്ടാണ് മാതാപിതാക്കളുള്ളത്. അങ്ങനെ പലതും കേൾക്കും. വെരി ട്രൂ. പക്ഷെ അവിടെയും പ്രശ്നം അല്ലെങ്കിൽ തകരാറുകൾ വന്നുകൂടായില്ല. ബിക്കോസ് അവരും ഒരു കുട്ടിക്കാലം കടന്നാണല്ലോ വന്നത്. ചിലപ്പോൾ അവർക്കൊരു പക്ഷേ ഹെൽപ്പ് കിട്ടിയിട്ടുണ്ടാവില്ല. താങ്കൾ പറഞ്ഞ പോലെ കല്ലുകൊണ്ടൊരു കൂടാരം അവരുടെ ജീവിതത്തിൽ ഉണ്ടാക്കാം. സോ ഈ പേരന്റൽ കോച്ചിങ് അല്ലെങ്കിൽ പേരന്റൽ തെറാപ്പി അങ്ങനത്തെ എന്തെങ്കിലും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടോ താങ്കളുടെ എക്സ്പീരിയൻസിൽ? ഇഫ് യു കുഡ് ഷെയർ സംതിങ്. ഓഫ് കോഴ്സ് പാരന്റ്സിന്റെ കാര്യം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ പാരന്റ്സിനും അവരുടെ മക്കൾ നല്ലതാവണം എന്ന് ആഗ്രഹം ഉണ്ടായിട്ടേ. പക്ഷെ അവര് പറയുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലമാണ് മെയിൻ പ്രോബ്ലം. അതായത് മോഡേൺ പാരൻസ്, മോഡേൺ പാരന്റിങ്, ഇപ്പം ജീവിക്കുന്ന പാരന്റ്സ് എന്ന് പറഞ്ഞാൽ മോഡേൺ പാരന്റ്സ് ആണ്. സോ നമ്മൾ മോഡേൺ പാരന്റിങ് ഫോളോ ചെയ്യണം. ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ പല പാരന്റ്സും കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ അലോ ചെയ്യില്ല. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ ഒരു ഗ്യാങ്ങിൽ ഒരു 5-6 പേരുണ്ട്, അതിൽ 5 പേർക്ക് സോഷ്യൽ മീഡിയ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്, ഒരു കുട്ടിക്കില്ല. ആ ക്ലാസ് റൂമിൽ ഇരിക്കുന്ന കുട്ടീനെ സംബന്ധിച്ചിടത്തോളം കുട്ടി ഒറ്റയ്ക്കാണ്. പിയർ പ്രഷർ അവിടെ വരും, കുട്ടി മെന്റലി സ്ട്രെസ് വരും, കുട്ടിക്ക് വീട്ടിൽ പറയാൻ പറ്റില്ല. അപ്പൊ ഈ കുട്ടി എന്ത് ചെയ്യും, ആരും അറിയാതെ ചിലപ്പം ഇൻസ്റ്റഗ്രാമോ പോലുള്ള സോഷ്യൽ മീഡിയ യൂസ് ചെയ്ത് തുടങ്ങും. അതിന് പകരം നമ്മൾ ഇപ്പം നിൽക്കുന്ന ഏജ് ഏതാന്ന് നമുക്കറിയാലോ. സോ നമ്മൾ ഇപ്പോഴത്തെ പിള്ളേർ ഇൻസ്റ്റഗ്രാമാ, അതിന് മുന്നുള്ള ജനറേഷൻ ഫേസ്ബുക്കാണ്, പിന്നെ വാട്സപ്പാണ്, അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പം നമ്മൾ കാലത്തിനനുസരിച്ച് കുറച്ച് മാറ്റങ്ങൾ നമ്മളിൽ കൊണ്ടുവരണം. പാരൻസ് ആണെങ്കിൽ നീ കുറച്ച് സമയം ഇൻസ്റ്റാഗ്രാം യൂസ് ചെയ്തോ എന്നുള്ളൊരു പെർമിഷൻ കുട്ടികൾ കൊടുക്കുന്നത് നല്ലതാണ്. നമ്മളുണ്ടല്ലോ നിയന്ത്രണം എന്ന് പറയുന്നത് ഇപ്പം നമ്മൾ കൊടുക്കുന്ന നമ്മളെ പാരന്റ് ഏജ് ക്രൈറ്റീരിയ വെക്കുന്നതിൽ വേണമല്ലോ. ഏജ് ക്രൈറ്റീരിയ വെക്കണം, പക്ഷേ ഇതൊരു ടീനേജിലാണ് നമ്മൾ കൊടുക്കേണ്ടത്. അതിന് മുന്നേ കൊടുത്തില്ലെങ്കിലും പ്രശ്നമൊന്നുമില്ല. പക്ഷെ അതിന് ശേഷമുള്ള കാര്യമാണ് ഈ പറയുന്നത്. ഇപ്പം ഞാൻ തന്നെ ട്രെയിനിങ്ങിന് പോകുന്ന സമയത്ത് ഞാൻ കുട്ടികളോടൊക്കെ ചോദിക്കും, ആർക്കൊക്കെ ഇൻസ്റ്റാഗ്രാം ഉണ്ടെന്ന് ചോദിച്ചാൽ അതിലെല്ലാ കുട്ടികളും കൈപ്പൊക്കി. ഈവൻ 5ാം ക്ലാസ് ആണ്. പക്ഷേ ഞാൻ ചോദിച്ചു എത്ര പേരുടെ പാരന്റ്സിനാണ്? 2 കുട്ടിയാണ്. അതിലൊരു 35 പേരുണ്ടായിരുന്ന ഒരു ക്ലാസ്സിൽ 2 കുട്ടികൾ മാത്രമേ പാരന്റ്സിന്റെ കൺസെന്റ് ഉള്ളൂ, ബാക്കിയുള്ളവർക്കില്ല. അതെ. അപ്പൊ നമ്മളുമായിട്ട് പാരന്റ്സുമായിട്ട് കുട്ടികൾ അകലാണ് ആ ഒരു കാര്യത്തിൽ ചെയ്യുന്നത്. സോ നമ്മുടെ കുട്ടികളെ ചേർത്ത് പിടിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ചൊക്കെ അവരുടെ കാര്യത്തിലും നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുക. പേരന്റ്സ് ബെസ്റ്റ് ഫ്രണ്ട്സ് ആയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ അവിടെ സോൾവ് ആവും. അതെ. പാരന്റ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ കാര്യവും ഒരു പക്ഷെ പാരന്റ്സിനോട് ഷെയർ ചെയ്യാൻ പറ്റില്ല. കാരണം പക്ഷെ ഇതേ പറഞ്ഞ പോലെ ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിരിക്കുന്ന പാരന്റ്സ് ഉണ്ട്. അത് ബെസ്റ്റാണ്, അതാണ് വേണ്ടത്. നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മൾ സമയം കൂടുതൽ സ്പെൻഡ് ചെയ്യുന്നു, ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യുക. അവർ പറഞ്ഞത് ഇപ്പം നമ്മൾ ഈ വർക്ക് പ്രഷറും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ കുട്ടികൾ എന്തെങ്കിലും പറയുമ്പോൾ അത് സംസാരിക്കാനോ കേൾക്കാനോ പാരൻസിന് ടൈം ഉണ്ടാവില്ല. അപ്പോൾ കുറച്ച് സമയം അവരുടെ അന്നത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് കേട്ട് അപ്പോൾ അവർക്ക് എന്താ എൻ്റെ പപ്പയും മമ്മയും എന്നെ എല്ലാം കേൾക്കുന്നുണ്ടല്ലോ, അതായത് നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിലും അത് സെറ്റ് ആവുകയാണ്. കുട്ടീനെ സംബന്ധിച്ച് ഐ എം
അൺകോൺഷ്യസ് മൈൻഡും പറയും യെസ് ഞാനും ഓക്കെയാണ്. പക്ഷേ ഇൻ കേസ് ഇൻസ്റ്റഡ് ഇതിന് എന്താ സംഭവിക്കുക, കുട്ടി എന്തെങ്കിലും പറയുമ്പോഴും പാരൻസ് പറയും ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ, കുറേ സമയമല്ലോ തുടങ്ങിയിട്ടെന്ന് പറയും. അപ്പോൾ കുട്ടിയുടെ മനസ്സിൽ ഐ എം നോട്ട് ഓക്കെ, ദെൻ അൺകോൺഷ്യസ് മൈൻഡ് യെസ് യു ആർ നോട്ട് ഓക്കെ. അപ്പോൾ അതാണ് അവിടെ സംഭവിക്കുക. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ നമ്മളിങ്ങനെ സെറ്റായി കാര്യങ്ങൾ ഇങ്ങനെ അവിടെ സ്റ്റോർ ചെയ്ത് പോകും. പിന്നീട് നേരത്തെ പറഞ്ഞ പോലെ എല്ലാം കൂടെ പൊട്ടിത്തെറിക്കുന്ന ഒരവസ്ഥയിലോട്ട് വരും. അപ്പോൾ ചെറിയ പ്രായത്തിൽ വരുമ്പോൾ അതൊരു ചൈൽഡ്ഹുഡ് ട്രോമയായിട്ട് പിന്നീട് മാറും. നമ്മൾ ആക്ച്വലി അട്ടർ ചെയ്യുന്ന ഓരോ വെർബൽ കമന്റ്സും അതുവരെ നമ്മളെ പല രീതിയിൽ ഇൻ എ ലോങ് ടേം ഇൻഫ്ലുവൻസ് ചെയ്യും. അതെ, അപ്പനോട് ഞാൻ കുറച്ച് മുന്നേ പറഞ്ഞില്ലേ, പാരന്റ്സ് ഒന്നും മക്കളെ പഠിച്ചോ എന്ന് പറയുമ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയൊരു ഇറിറ്റേഷൻ ആണ്. ഈ കാര്യം പാരന്റ്സിന് അറിയില്ല. അത് നമ്മൾ പറയുമ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത്. ശരിയാണ് മാം, അങ്ങനെ പറയുമ്പോൾ കുട്ടികൾ ഭയങ്കരമായിട്ട് ഞങ്ങൾ തുറച്ചു നോക്കും, ദേഷ്യപ്പെടും. അത് ഇതിന്റെ ഭാഗമാണ്. അതെ. പിന്നെ അതേപോലെ ഗെയിം അഡിക്ഷൻ്റെ കേസിൽ എസ്പെഷ്യലി നമ്മുടെ UAE എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് നാട്ടിലത്തെ പോലെ ഫാമിലി കുറേ പുറത്തു പോക്ക്, കല്യാണം, അതൊക്കെ കമ്പാരിറ്റീവ്ലി കുറവാണ്. സോ കുട്ടികൾ അപ്പൊ കുട്ടികളുടെ ഒരു ലോകം എന്ന് പറയുന്നത് ഒരു ടാബോ ഫോണോ ഒരു സ്ക്രീൻ ടൈം കൂടുതലുള്ള ഒരു ലോകമായിട്ട് മാറും. പക്ഷെ അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, സ്ക്രീൻ ടൈം ഓഫ് ആക്ടിവിറ്റീസ് കുട്ടികൾക്ക് കൊടുക്കാം. കുട്ടികൾക്ക് വല്ല ടാസ്ക് എവരിഡേ നമുക്ക് വല്ല ടാസ്ക് എന്തെങ്കിലുമൊക്കെ കൊടുത്താൽ മതി. ഈവൻ വലിയ പിള്ളേർക്കും അത് ഓക്കെയാണ്. അപ്പോൾ അതിനൊരു റിവാർഡ് നമ്മൾ കൊടുക്കുക. അപ്പോൾ നമ്മൾ എന്താണോ സ്റ്റിമുലസ് കൊടുക്കുന്നത് അതിനനുസരിച്ച് നമുക്ക് റെസ്പോൺസ് ചെയ്യാം. നമ്മളൊരു കണ്ടീഷനിങ് കൊടുക്കുക കുട്ടികൾക്ക് എപ്പോഴും. പാരൻറ്റിങ് എന്ന് പറയുന്നത് ഒരു കണ്ടീഷനിങ് കൊടുത്താൽ നല്ലൊരു റെസ്പോൺസ് ഉണ്ടായിരിക്കും. അല്ലാതെ ഒന്നും കൊടുക്കാതെ കുട്ടി നന്നാവണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? അതൊരിക്കലും നടക്കില്ല. സോ നമ്മൾ അതിന്റെ ഒരു പാത്ത് വേ സെറ്റ് ചെയ്യേണ്ടത് പാരന്റ്സ് ആണ്. നമ്മളെല്ലാം കോഎക്സിസ്റ്റ് ചെയ്യുന്നു. അപ്പൊ എല്ലാവരും അവരവരുടെ റോള് പ്ലേ ചെയ്താലേ ഇതിനൊരു കംപ്ലീഷൻ കിട്ടുള്ളൂ. അതെ അതെ അതെ. ഞാനേ താങ്കൾ വരുന്നത് പ്രമാണിച്ച് കുറച്ച് ക്വസ്റ്റ്യൻസ് നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, അതൊന്ന് ചോദിക്കട്ടെ. ഓക്കെ ഫൈൻ. പാരന്റിങ് കോച്ചിങ്ങിൽ ബിഫോർ ഐ ഗോ ടു മൈ ക്വസ്റ്റ്യൻ, പാരന്റിങ് കോച്ചിങ്ങിൽ ആരെങ്കിലും താങ്കളോട് പറഞ്ഞിട്ടുണ്ടോ അയ്യോ മാം ഇപ്പഴാ റിയലൈസ് ചെയ്തത് തെറ്റെന്റെ ഭാഗത്തായിരുന്നു അങ്ങനെ? ഓഫ് കോഴ്സ് നമ്മുടെ പാരന്റ്സ് ട്രെയിനിങ് കൊടുക്കുമ്പോൾ ആക്ടിവിറ്റി ഓറിയന്റഡ് ആയിട്ട് നമ്മൾ ഇൻഡിവിജ്വൽ ഡിഫറൻസിയേഷൻ ആദ്യം പാരന്റ്സിന് മനസ്സിലാക്കി കൊടുക്കും. എൻ്റെ ഒരു പാരന്റിംഗ് സെഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇൻഡിവിജ്വൽ ഡിഫറൻസ് എന്നുള്ള ഒരു എന്താണോ ഒരു സാധനം എന്ന് പലർക്കും അറിയില്ല. അത് പാരൻസിനെ റിയലൈസ് ചെയ്ത് കൊടുത്തിട്ടാണ് നമ്മൾ തുടങ്ങുക. സെഷൻ കഴിയുമ്പോൾ അത് KG സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ഹയർ സെക്കൻഡറി ആയിക്കോട്ടെ, കോളേജ് ലെവൽ സ്റ്റുഡൻസ് ആയിക്കോട്ടെ, ആ പാരൻസ് ഒക്കെ പറയുന്നൊരു കാര്യമുണ്ട്, മാം ഇപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത്, മാറേണ്ടത് കുട്ടികളല്ല ഞങ്ങളാണെന്നുള്ളത്. സോ അതിലപ്പുറം നമുക്കൊന്നും കിട്ടാനില്ല. ആ ഒരു സെൽഫ് റിയലൈസേഷൻ അത് തന്നെ ഒരു ഹീലിംഗിന്റെ തുടക്കം. ഓഫ് കോഴ്സ് അതിനുശേഷം ഒരുപാട് മാറ്റങ്ങൾ വന്ന പാരൻസ് ഒക്കെ ഉണ്ട്. നമുക്ക് ഞാനൊരു കൗൺസിലർ ആണെങ്കിൽ പോലും പാരൻസും കുട്ടികളും ഒക്കെ ആയിട്ട് നമ്മൾ ബോണ്ടുണ്ട്. ഇപ്പോഴും അത് മെയിൻറ്റെയിൻ ചെയ്യുന്ന പാരൻസ് ഉണ്ട്. സോ ചില പാരൻസ് ഒക്കെ ഫ്രണ്ട്സ് ആയി വരുന്നവരുണ്ട്. പിന്നെ അതേപോലെ തന്നെ ചില അവസരങ്ങളൊക്കെ കിട്ടുന്ന സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ചിലപ്പോൾ എൻ്റെ ക്ലയൻസ് ആയിട്ടുള്ള സ്റ്റുഡൻസിനൊക്കെ ഞാൻ ആരും അറിയാതെ തന്നെ അവർക്ക് ഓരോ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുത്ത് എൻ്റെ കൂടെ സൈഡാക്കി ഞാൻ കൊണ്ടുപോകും. എല്ലാ ആക്ടിവിറ്റീസ് ഒക്കെ കൊടുക്കും. അവർ ഭയങ്കര ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു സമയമൊക്കെ വരും. അവരുടെ ഒരു കോൺഫിഡൻസ് നമ്മളൊരു അവസരം കൊടുക്കുകയാണ്. നമ്മൾ ത്രൂ ആരെങ്കിലുമൊക്കെ മാറ്റം വരട്ടേന്നേ. നമ്മൾ ഈ ഹീലിംഗ് കോച്ച് അങ്ങനത്തെ ഫീൽഡൊക്കെ നമ്മളിപ്പോൾ കേൾക്കുന്നുണ്ട്. ദേ ആർ റിയലി ഓൺ ദ ബൂം ആസ് വെൽ. അവരും പറയുന്ന ഇന്നർ ചൈൽഡ് ഹീലിംഗ് ഒരുപാട് അഡൽട്സിന് ഇപ്പോഴും അറിയില്ല. അതിന്റെ ഒരു ട്രോമയിലായിരിക്കും അവർ ഇന്ന് ജീവിക്കുന്നത്. ദേ ഫീൽ സോ സ്റ്റക്ക് ഇൻ ലോസ്, താങ്കൾ പറഞ്ഞ പോലെ. സോ ഇറ്റ് മാറ്റേഴ്സ് എ ലോട്ട്. അപ്പൊ ഇതൊരു കളക്റ്റീവായിട്ട് ചെയ്യുമ്പോഴത്തേനും ഒരു ഫാമിലിയാണ് സേവിങ് അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ. അതെ അതെ. നമ്മൾ ഇവരോടൊക്കെ സംസാരിക്കുന്ന സമയത്ത് അവർ ചിലപ്പം വരുന്ന എനിക്ക് അതാണ് ഇതാണെന്ന് പറഞ്ഞ് ചിലപ്പോൾ വരും. പക്ഷെ പറഞ്ഞു വരുമ്പോൾ അതൊരു ചൈൽഡ്ഹുഡ് ട്രോമയിലോട്ടാണ് അത് പോവുക. ഈവൻ ഇപ്പോൾ ഒരു 38 ഏജ് ഒക്കെ ഉള്ള ഒരാൾ ആളുടെ ട്രോമ സ്റ്റാർട്ട് ചെയ്യുന്നത് അറ്റ് ദ ഏജ് ഓഫ് 13 ഇയേഴ്സ് ഉള്ളപ്പോഴായിരിക്കണം. അപ്പോൾ അയാൾ റിയലൈസ് ചെയ്യണ് യെസ് ഞാൻ അന്ന് മുതൽ ഞാൻ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരുന്നു, പക്ഷെ അന്ന് അറിയില്ല. അപ്പം ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആവണം എന്നല്ലേ നമ്മൾ പറയാ. സോ ആ ഒരു രീതിയിൽ നമ്മൾ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു, അവർക്ക് അതിനുവേണ്ട ഫോളോ അപ്പ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു, എല്ലാവരും സെറ്റായി പോകുന്നു. അപ്പം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്ന സമയത്ത് കൗൺസിലേഴ്സിൻ്റെ അടുത്തോ സൈക്കോളജിസ്റ്റിൻ്റെ അടുത്തോ പോകുമ്പോൾ നമ്മൾ മടിക്കാതിരിക്കുക. നമുക്കൊരു നല്ലൊരു ഫ്രണ്ട്ലി അപ്രോച്ചായിട്ടായിരിക്കും അവർ വരിക. തീർച്ചയായിട്ടും നമ്മുടെ വാക്കുകളിലൂടെ തന്നെ ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ചെയ്യാൻ സാധിക്കും. അത് എക്സ്പീരിയൻസ് ആണ് പറയുന്നത്. ബ്യൂട്ടിഫുൾ. നമ്മൾ മെയിൻ ടോപ്പിക്സ് ഒക്കെ കവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയും എൻ്റെ ഒരു പേഴ്സണൽ ക്വസ്റ്റ്യൻ ആണ്, താങ്കൾ ഇതിലേക്ക് ഇഷ്ടപ്പെട്ട് വന്നതാണോ എത്തിയതാണോ എങ്ങനെയായിരുന്നു ആ ജേർണി? ചുരുക്കത്തിലൊന്ന് പറയാം. അത് പറയുകയാണെങ്കിൽ ആക്ച്വലി ഞാൻ പോലും അറിയാതെ എന്നിലൊരു കൗൺസിലർ ചെറുപ്പം തൊട്ടേ വളർന്നിരുന്നു. +2 പഠിക്കുന്ന സമയത്ത് എൻ്റെ ക്ലാസ്സിലൊരു കുട്ടി ഉണ്ടായിരുന്നു. അവൾ പഠിക്കാൻ കുറച്ച് പിന്നോക്കമാണ്. 10th ബൈസ്റ്റാൻഡർ വെച്ച് എക്സാം എഴുതിയിരുന്നൊരു കുട്ടിയാണ്. +2 പഠിക്കുന്ന +1 ആ കുട്ടി ഫെയിലായി.
+2 ആ കുട്ടീനെ ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പഠിപ്പിച്ചു. ആ കുട്ടി പാസ്സായി. അന്ന് ടീച്ചേഴ്സ് ഞങ്ങൾക്ക് ഒരു റിവാർഡ് തന്നു. അപ്പോൾ അന്നാണ് നമ്മൾ അറിയുന്നത് കൊള്ളാം, നമ്മൾ പറഞ്ഞാൽ മനസ്സിലാകുന്നുണ്ട്. പിന്നീട് ഈവൻ എൻ്റെ ഡിഗ്രി ലൈഫിൽ പോലും ക്ലാസ്സിൽ കുറച്ച് ഡിസേബിൾ ആയിട്ടുള്ളവരുണ്ടായിരുന്നു, സംസാരിക്കാനും ചെവി കേൾക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ ഒരുമിച്ച് അവരെ കൂടെ ഇരുന്ന് പഠിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അവരും കുഴപ്പമില്ല. അപ്പം നമ്മളിങ്ങനെ കുഞ്ഞു കൊള്ളാം, നമ്മൾ പറയുന്ന ഒരാൾക്ക് മനസ്സിലാകുന്നുണ്ട് എന്ന്. അതെ അതെ, അങ്ങനെ നമ്മളും അവരുടെ കൂടെ വളരുകയാണല്ലോ. നമ്മളുടെ ആൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ നമ്മൾക്ക് ഇൻഫോർമേഷൻസും നമ്മുടെ നോളജും കൂടുകയാണ്. പിന്നീടാണ് ഞാൻ ഒരു ചെറിയൊരു കമ്മ്യൂണിറ്റി, ഇപ്പോൾ നമ്മുടെ യു എയിൽ തന്നെ ഞാനിവിടെ വന്നു 1 ഇയർ ഞാൻ ഓൺലൈനായിട്ടാണ് കംപ്ലീറ്റ് കാര്യങ്ങൾ ചെയ്തിരുന്നത്. ആ ഒരു ടൈമിൽ എനിക്കിങ്ങനെ ക്ലയൻസ് വരുമായിരുന്നു. ഇവിടെ റെസിഡൻറ്റ് വിസയിലുള്ള ഒരുപാട് ഫാമിലീസൊന്നും, എസ്പെഷ്യലി മലയാളി ലേഡീസ് അവർക്ക് വരുന്നൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ, വിസിറ്റിങ്ങിനാണ് വരുന്നത് വെച്ചാൽ നാട് മൊത്തം കറങ്ങാൻ കെട്ടിയും കൊണ്ടുപോകും. പക്ഷേ റെസിഡൻറ്റ് വിസയിലാവുമ്പോൾ ഭയങ്കര ബോറിംഗാണ്, ഞങ്ങൾ തനിയെ ഒറ്റപ്പെട്ടിരിക്കുകയാണെന്ന് പറയും. അത് മറ്റൊന്നും ഉണ്ടല്ല, വർക്ക് പ്രഷറും കാര്യങ്ങളായിട്ട്. മറ്റേത് എന്താ വെച്ചാൽ ആകെ ഒരു 1-2 മാസമൊക്കെ, അപ്പൊ മാക്സിമം എല്ലാ സ്ഥലങ്ങളും കൊടുക്കും. അതെ, ഇതിപ്പോ കൂടെ തന്നെ ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അവരത് പെട്ടെന്നൊന്ന് ഓക്കെ കുഴപ്പമില്ല ഇവിടെ തന്നെ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീട്ടിനുള്ളിൽ തന്നെ ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നു, ഇവർ തമ്മിൽ സ്പെൻഡ് ചെയ്യുന്നു. അല്ലാതെ ഒരു കൂടുതൽ പുറത്തുപോക്കോ കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ അത് ഈ ലേഡീസിനെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര മാനസിക പിരിമുറുക്കാണ് വരുന്നത്. അപ്പം അങ്ങനെയുള്ള ക്ലയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തു. ഇമ്പാക്റ്റ് എന്നുള്ളതിൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡാണ്. I for ഇൻസ്പയർ, M for മോട്ടിവേറ്റ്, P for പവർ അപ്പ്, A for ആസ്പയർ, then C for ചേഞ്ച്, T for ട്രാൻസ്ഫോർമേഷൻ. ഇതായിരുന്നു, അതായത് എൻ്റെ ഒരു പേഴ്സണൽ ബ്രാൻഡ് ഞാനുമായി സ്യൂട്ട് ചെയ്യുന്ന ഒരു അതാണ് ഇപ്പൊ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഡിസംബർ ഒരു ബർത്ത്ഡേ കഴിഞ്ഞ ടൈമിൽ എപ്പോഴും നമ്മുടെ ബർത്ത്ഡേ കഴിയുമ്പോൾ നമുക്കൊരു പുതിയ തീരുമാനങ്ങൾ എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു തോന്നൽ, അങ്ങനെ ഒരു തോന്നൽ വന്നിട്ട് ഒരു ഡിസംബർ 7 ഞാനൊരു വീഡിയോ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യുകയാണ്. ആദ്യം അബുദാബി മലയാളി ലേഡീസിനെ ഫോക്കസ് ചെയ്തിരുന്നു. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ കുറേ മെസ്സേജ് ക്വറീസ് വന്ന് ഞങ്ങൾക്കും വേണം എന്നൊക്കെ പറഞ്ഞ് ഷാർജയെന്നും മറ്റേ എമിറേറ്റ്സ് ഫ്രണ്ട്സായിട്ടും അല്ലാത്തവരൊക്കെ വന്നു. അങ്ങനെ രണ്ടാമതൊരു വീഡിയോ ഔട്ട് ചെയ്യുകയാണ് UAE മലയാളി ലേഡീസിന്. വിത്തിൻ 1 or 2 weeks അതിൽ 100-ൽ കൂടുതൽ മെമ്പേഴ്സായി. ഇപ്പം 120 ലേഡീസ് ഉണ്ട്. നമ്മൾ ജനുവരി 7 അതിൻ്റെ ഫസ്റ്റ് ഓൺലൈൻ മീറ്റിംഗ് ഉണ്ടായിരുന്നത്. അതിനുശേഷം ചെറുതായിട്ടൊരു ഓഫ്ലൈൻ ഞങ്ങളൊന്ന് ഗ്യാദർ ചെയ്യാറുണ്ട്. നമ്മളതൊരു സിസ്റ്റമാറ്റിക് ആയിട്ടാണ് പോകുന്നത്. ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കുറേ ആക്ടിവിറ്റീസും കാര്യങ്ങളും കൊടുക്കും. അത് ഒന്നും വേണ്ട, ഇപ്പം ഞാൻ ചിലപ്പോൾ എല്ലാ സമയത്തും അവൈലബിൾ ആവണമെന്നില്ല. പക്ഷേ അതിൽ ആർക്കെങ്കിലും എന്തെങ്കിലും ഒരു വിഷമം വരുന്ന സമയത്ത് ആ ഗ്രൂപ്പിൽ ഏതെങ്കിലും ഒരാൾ റെസ്പോണ്ട് ചെയ്യാതിരിക്കില്ല. അതായത് ഞാൻ തനിയെ അല്ല എന്നുള്ളൊരു ഫീലിംഗ് അവിടെയില്ല. പിന്നെ വീട്ടിലുള്ള ലേഡീസിനെ ഫോക്കസ് ചെയ്ത് തുടങ്ങിയതാണെങ്കിലും നമുക്ക് ഒരുപാട് വർക്കിംഗ് പ്രൊഫഷണൽസ് ഉണ്ട്, ഡോക്ടേഴ്സ് ഉണ്ട്, അക്കൗണ്ടൻസ് ഉണ്ട്, പല രീതിയിലുള്ളവരൊക്കെ നമ്മുടെ ടീമിലുണ്ട്. ഇപ്പം ഞങ്ങൾ അതിന് പല വിങ് ആയിട്ട് തന്നെ ഞങ്ങളിങ്ങനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനൊരു കോർ കമ്മിറ്റി ഉണ്ട്, ഒരു അഡ്മിൻ പാനൽ ഉണ്ട്, ദെൻ മെയിൻ കമ്മിറ്റി ഉണ്ട്. ഇപ്പം നമ്മളെല്ലാം എമിറേറ്റ്സ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? മെയിനായിട്ട് എന്റെ കയ്യിൽ ഒരു പോയാൽ why I say is because ഇപ്പൊ നമ്മുടെ മെന്റൽ ഹെൽത്ത് ലൈൻ നമ്പേഴ്സ് നോക്കുകയാണെങ്കിൽ യു ആർ നോട്ട് അലോൺ, വി ആർ വിത്ത് യു. അത് കാണുമ്പോൾ തന്നെ നമുക്ക് ഓക്കെ, ഞാൻ ഒറ്റയ്ക്കല്ല. യെസ്, അത് തന്നെയാണ് അത് മാറ്റുക എന്നുള്ള ലക്ഷ്യമാണ്. അതെ, ടീമിലുള്ള എല്ലാവർക്കും ആ ഒരു സ്പിരിറ്റാണ്, ഞാൻ തനിയെ അല്ല എന്നുള്ളൊരു സ്പിരിറ്റാണ് നമ്മുടെ ടീമിന്റെ ലക്ഷ്യം. അതായത് ഏത് വിഷമം വരുമ്പോഴും അല്ലെങ്കിൽ എന്ത് സന്തോഷം വരുമ്പോഴും നമ്മൾ ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാകുമെന്ന് എല്ലാവരും വിചാരിക്കും. പക്ഷെ ഇവിടെ ഒരു ടീം ഉണ്ടെന്നുള്ളൊരു ചിന്ത വരും. ഈവൻ എല്ലാവരുടെ ബർത്ത്ഡേ ആണെങ്കിലും ബർത്ത്ഡേൻ്റെ അന്ന് ഞങ്ങൾ കൃത്യം 12 o'clock മാക്സിമം 12 o'clock നമ്മൾ ശ്രമിക്കും. ചില സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പുറത്താക്കുമ്പോൾ നെറ്റ്വർക്ക് ഇഷ്യൂ ആയിട്ട് മാറാറുണ്ട്. എന്നാലും മാക്സിമം എല്ലാവരുടെ ബർത്ത്ഡേ നമ്മളതിൽ വിഷ് ചെയ്യും. അവിടെ ഒരു പോസ്റ്റർ, അവരുടെ ഫോട്ടോയ്ക്ക് വെച്ച് ഞങ്ങൾ പോസ്റ്ററായിട്ട് അങ്ങനെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ. ഇപ്പം ഞങ്ങളൊരു 2 ആഴ്ചയായിട്ട് ചെറിയൊരു എക്സസൈസ് ചാലഞ്ച് എന്നുള്ള രീതിയിൽ ഡെയിലി എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസ് കൊടുക്കും. അത് കൂടാതെ തന്നെ നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൊടുക്കാറുണ്ട്, പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. AI, അതായത് നമ്മുടെ മദേഴ്സ് ഡേൻ്റെ ടൈമിൽ ഒരു പോസ്റ്റർ ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയില്ലായിരുന്നു. പക്ഷെ മദേഴ്സ് ഡേക്ക് നമ്മൾ തലേ ദിവസം ഒരു AI ഡാറ്റ ട്രെയിനറും കൂടിയാണ് കേട്ടോ. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് ക്യാൻവ എന്നുള്ള ടൂൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്തു. എല്ലാവരും മദേഴ്സ് ഡേക്ക് പോസ്റ്റർ ഉണ്ടാക്കി. അതൊരു ചാലഞ്ച് ആയിരുന്നു. ഇടയ്ക്ക് നമ്മളിങ്ങനെ ഓരോ ആക്ടിവിറ്റി കൊടുക്കും. ഇപ്പോൾ വേൾഡ് മ്യൂസിക് ഡേന്റെ സമയത്ത് എല്ലാവരും അതിൽ പാട്ട് പാടാം. അങ്ങനെ ഞങ്ങൾ ചില ഡേയ്സ് ഒക്കെ ഞങ്ങളൊന്ന് അതെ, അതിൽ പലരും പറയും ആദ്യമായിട്ടാണ് ഞങ്ങളൊരു വോയിസ് പോലും അയക്കുന്നത്. അങ്ങനെ ഒരു രീതിയിലോട്ട്
ഇപ്പം ഒരു കമ്മ്യൂണിറ്റി എനി ടൈം നമുക്ക് UAE ഏത് എമിറേറ്റ്സിൽ ആരും തനിയല്ല, എവിടെ പോലും നമ്മുടെ ഇമ്പാക്റ്റിൽ ആരെങ്കിലും ഒരാൾ ഉണ്ടാകും എന്നുള്ള ഒരു വിശ്വാസം ഇന്ന് ടീമിലുള്ള എല്ലാവർക്കും ഉണ്ട്. ബ്യൂട്ടിഫുൾ. ആൻഡ് അപ്പോൾ ഇമ്പാക്റ്റിന്റെ ഡ്രീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ നോട്ട് അലോൺ, ഞങ്ങൾ എല്ലാവരും ഇവിടെ ഉണ്ട്. ആൻഡ് ജസ്റ്റ് ബി യുവർ സെൽഫ് അല്ലേ, വിച്ച് ഇസ് സോ പ്ലീസിങ് ടു ഹിയർ. ടുഗദർ വി ഗ്രോ, അതാണ് ഞങ്ങളുടെ മോട്ടോ. അടിപൊളി അടിപൊളി. തീർച്ചയായിട്ടും അലോൺ വി ക്യാൻ ഡു ദിസ് മച്ച്, ടുഗദർ വി ക്യാൻ ഡു സോ മച്ച് മോർ. അപ്പം ഞാൻ നോക്കി വെച്ചിരുന്ന ചോദ്യം എന്ന് പറഞ്ഞാൽ, മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ദുർബലമാകുമ്പോഴാണല്ലോ ആളുകൾ ആത്മഹത്യ ചെയ്യുന്നത്. ഇതിൻ്റെ പിന്നിലെ യഥാർത്ഥ കാരണം അത് തന്നെയാണോ? ആക്ച്വലി സൂയിസൈഡ് എന്ന് പറയുമ്പോൾ ആ ഒരു ടെൻഡൻസി എന്ന് പറയുന്നത് പലരും വിചാരിക്കും അതോടുകൂടെ എല്ലാം അവസാനിക്കാനാണ് അവരത് ചെയ്യുന്നതെന്ന്. പക്ഷേ ശരിക്കും അതല്ല. അവരുടെ പ്രോബ്ലം അവർക്ക് അത്രമാത്രം വേദന ആയിരിക്കും. ആ വേദന ഒന്ന് മാറാൻ വേണ്ടി അവർ ചെയ്യുന്നൊരു കാര്യമാണ് വേറൊരു സൊല്യൂഷൻ കാണുന്നില്ല. അപ്പം അതിലോട്ട് എത്തുന്നതിന് മുന്നേ അവർക്ക് കുറേ സ്ട്രെസ് ഉണ്ടായിരിക്കും, ഡിപ്രഷൻ ഉണ്ടായിരിക്കും, പല രീതിയിലുള്ള ഡിസോർഡേഴ്സ് കടന്നു പോയിട്ടാണല്ലോ. അതൊരാൾ പെട്ടെന്നൊരു സുപ്രഭാതത്തിന് സൂയിസൈഡ് ചെയ്യില്ല. പക്ഷെ അവർക്ക് ആരെങ്കിലും ഒരാൾ കൂടെ ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത, അല്ലെങ്കിൽ അവരെ കേൾക്കാൻ ഒരാൾ ഈ ലോകത്ത് ഉണ്ടാകണം എന്നുള്ളൊരു ചിന്ത നോട്ട് ബീയിങ് അണ്ടർസ്റ്റുഡ്. അതാണ് ഇതിന്റെ വലിയ ട്രിഗർ എന്ന് തോന്നുന്നു. പിന്നെ മാത്രമല്ല, കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം വലിയൊരു ഇഷ്യൂ ആണ്. ഞാൻ പറഞ്ഞാൽ അവർക്ക് എന്താ തോന്നുന്നത്, ഈവൻ പാരന്റ്സിനോട് പോലും തുറന്ന് പറയാൻ പറ്റില്ല. ഏറ്റവും കൂടുതൽ നേരിട്ടിട്ടുണ്ടാവല്ലോ, കൗൺസിലറിന്റെ അടുത്ത് എന്തോ മാനസിക വൈകല്യമാണ്, ഓക്കെ, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയി തീർന്നു. സൈക്കാട്രിസ്റ്റ് ഡോക്ടർ ബിനു ഇവിടെ പോഡ്കാസ്റ്റ് ഗസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരത്തി പറഞ്ഞ പോലെ സൈക്കാട്രിസ്റ്റിനെ കാണുന്നത് തന്നെ തീർന്നു. നമ്മുടെ നാട്ടിലാണെങ്കിൽ അത് ഊളംപാറ, കിളിപോയി, അങ്ങനത്തെ സംസാരം. അവരില്ലെങ്കിൽ ഒരു പക്ഷെ ആ വ്യക്തി താങ്കൾ പറഞ്ഞ പോലെ ജീവനോട് ഉണ്ടാവണം എന്നില്ലെന്നാണ്. മൈ ബി ഗോൺ ഫോർ ഗുഡ്. ഫോർ ഗുഡ് അല്ല, സഹികെട്ടിട്ട് അതാണ് എന്റെ ഗുഡ് എന്ന് കരുതി ഭൂമിനെ പോയിട്ടുണ്ടാവും. സോ ഇതില് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? താങ്കളുടെ ഒരു ആസ് യു ബീൻ ഇൻ ദ ഫീൽഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് 6+ years ആയി. മാത്രമല്ല എഡ്യൂക്കേഷൻ ഫീൽഡിൽ നിന്നാണ് താങ്കൾ ഇതിലേക്ക് ട്രാൻസിഷൻ ചെയ്തത്. സോ താങ്കൾ പല എക്സ്പെർട്ടീസും എക്സ്പ്ലോർ ചെയ്തിട്ട് വന്ന ഒരാളെന്നുള്ള നിലയ്ക്ക് താങ്കളുടെ ഒരു അഡ്വൈസ് എന്താണ്? എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്, നമുക്ക് എന്ത് പ്രോബ്ലംസ് വരുന്ന സമയത്തും എവറി പ്രോബ്ലം നമ്മൾ ഇപ്പോഴും അതൊരു ചാലഞ്ചാക്കി മാറ്റുക. ചാലഞ്ച് എന്ന് പറയുമ്പോൾ നമ്മളതൊരു ടാസ്ക് പോലെ അത് മറികടക്കാൻ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യും. എത്ര വലിയ പ്രോബ്ലംസ് ആയിക്കോട്ടെ, ആ പ്രോബ്ലംസിനൊക്കെ നിങ്ങളൊരു ചാലഞ്ചസ് ആക്കി മാറ്റുകയാണെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് അതിന് സൊല്യൂഷൻ കണ്ടെത്താനുള്ള വഴി നിങ്ങൾ തന്നെ കണ്ടെത്തും. നമ്മുടെ പ്രോബ്ലംസിന് എല്ലാവരും പറയും മറ്റുള്ളവരാണ് വഴി കണ്ടത്. അതല്ല, നമ്മുടെ പ്രോബ്ലംസിന് വഴി കണ്ടെത്തേണ്ടത് അത് നമ്മളാണ്. നമ്മുടെ അൺകോൺഷ്യസ് മൈൻഡിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ടായിരിക്കും. ആ അൺകോൺഷ്യസ് മൈൻഡിനെ ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ കോൺഷ്യസ് സബ് കോൺഷ്യസ് മൈൻഡിനെ ടുഗദർ ആയിട്ട് ഒരുമിച്ച് മുന്നോട്ട് പോകുക എന്നുള്ളതാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്ന ഒരു മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അപ്രോച്ച് ചെയ്യുക. നിങ്ങളുടെ പ്രോബ്ലംസ് ഡയഗ്നോസ് ചെയ്യുക. അതിന് തീർച്ചയായിട്ടും സൊല്യൂഷൻ കിട്ടിയിരിക്കും. അത് ഞങ്ങളുടെ പ്രോമിസാണ്. ബ്യൂട്ടിഫുൾ, വെൽ സെഡ്. ഇനിയും എൻ്റെ അടുത്തൊരു ക്വസ്റ്റ്യനിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നത് എന്തെന്ന് വെച്ചാൽ, താങ്കളൊരു വർക്കിംഗ് വുമൺ ആയിരുന്നു ആൻഡ് വർക്കിംഗ് പ്രൊഫഷണലാണ്, ഉമ്മയാണ്, വൈഫാണ്, സോ മെനി റോൾസ് അല്ലേ. ബേസിക്കലി എന്താ പറ്റുന്നതെന്ന് പറഞ്ഞാൽ, ആസ് യു നോ, ഇവിടെ പ്രവാസ ലോകത്ത് ഒട്ടനവധി സ്ത്രീകൾ ജോലി ചെയ്യുന്നവരും കൂടിയാണ്. ഇതിലൊരു വർക്ക് ലൈഫ് ബാലൻസ് എന്താണെന്നോ അതെത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നോ ഒട്ടനവധി ആൾക്കാർ അതിനെപ്പറ്റി ചിന്തിക്കുന്നുമില്ല, അത് മനസ്സിലാക്കുന്നുമില്ല. ആ ബാലൻസ് തെറ്റിക്കിടക്കാണ് ഒരുപാട് പേർക്ക്. ബട്ട് ദേ ഡോണ്ട് നോ. അതായത് സാഹചര്യങ്ങൾ കൊണ്ട് അവരെങ്ങനെയൊക്കെയോ ഉന്തിത്തള്ളി മുന്നോട്ട് പോവാണ്, വിച്ച് ഇസ് നമ്മൾ പറഞ്ഞ പോലെ ബേൺ ഔട്ടിലേക്ക് അവരെത്തിയേക്കാം. നോ. സോ അങ്ങനെയുള്ളവരോട് എന്താണ് താങ്കൾക്ക് പറയാനുള്ളത്? യു ബാലൻസിങ് ഓൾ ഓഫ് ഇറ്റ്. രണ്ട് ആൺകുട്ടികളുടെ ഉമ്മയാണ്, അപ്പോൾ അത് തന്നെ ഏറ്റവും വലിയൊരു ചാലഞ്ചിൽ ഒന്നാണ്. സോ യു ബാലൻസിങ് ഓൾ ഓഫ് ഇറ്റ്. വാട്ട് ടു ഡു അബൌട്ട് ഇറ്റ്? നമുക്ക് ആദ്യം ചെയ്യേണ്ടത് നമ്മളെ തിരിച്ചറിയും, നമ്മുടെ ബൗണ്ടറീസ് സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. സെറ്റ് അവർ ബൗണ്ടറീസ്, പ്രയോറിറ്റൈസ് അവർ ടാസ്ക്. ഇത് 2 കാര്യങ്ങളും നമ്മൾ ചെയ്താൽ നമ്മുടെ വർക്ക് ലൈഫ് ബാലൻസ് തീർച്ചയായിട്ടും ഒരേപോലെ സംഭവിക്കും. നമ്മൾ ഏതൊരു ജോലി ആയിക്കോട്ടെ, ആ ജോലിയിൽ നിന്ന് ഒരു ടൈം കഴിഞ്ഞാൽ ആ ജോലി അല്ലാത്തൊരു സമയം നമുക്കായി മാറ്റി വെക്കുക. ഇപ്പം ഫാമിലിയിലൊക്കെ വരുന്ന റിലേഷൻഷിപ്പിലൊക്കെ ഒരുപാട് കോൺഫ്ലിക്ട്സ് വരാറുണ്ട്. ഫാമിലി ടൈം, ക്വാളിറ്റി ടൈം കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പം നമ്മൾ എന്താ, എസ്പെഷ്യലി ടീച്ചേഴ്സിനൊക്കെ ഇത് ഭയങ്കര, ടീച്ചേഴ്സിനൊക്കെ 24/7 വർക്കാണ്.
അത് വേറെ നിവർത്തിയില്ല, അവരത് ചെയ്തേ പറ്റുള്ളൂ. പക്ഷെ ഇത് കാണുന്നവർക്ക് എന്താ, ടീച്ചേഴ്സിന് ഭയങ്കര സുഖമാണ്, ടീച്ചേഴ്സിന് അങ്ങനെ പണിയൊന്നുമില്ല, ടീച്ചേഴ്സിന് വെക്കേഷനാണ്, അതെ ഏറ്റവും കൂടുതൽ അവധി കിട്ടുന്ന ജോബാണ് ഇതൊക്കെ പറയുന്നത്. പക്ഷെ അങ്ങനെയല്ല, ടീച്ചേഴ്സാണ് ഒരുപാട്, ടീച്ചിങ് ഇസ് എ നോബ്ലെസ് പ്രൊഫഷൻ ആണ് നമുക്കറിയാം. ടീച്ചേഴ്സാണ് എല്ലാ പ്രൊഫഷൻസിനെയും ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാം. അതേപോലെ തന്നെ ടീച്ചേഴ്സ് അറിയാതെ കുറേ കാര്യങ്ങൾ ബുദ്ധിമുട്ടുന്നത് സൊസൈറ്റിക്ക് പലർക്കും അറിയില്ല. അറിയുന്നവരുണ്ട് കേട്ടോ, അറിയാത്തവരുണ്ട്. ഞാനൊരു ടീച്ചർ ആയിരുന്നതുകൊണ്ട് എനിക്ക് 100% ഗ്യാരണ്ടി ചെയ്ത് പറയാൻ പറ്റും. അതുകൊണ്ട് ഇപ്പം എനിക്ക് ടീച്ചിങ് ജോബ് ഞാൻ പറയും സോറി, സ്കൂൾസിൽ ഇപ്പം ഞാൻ തൽക്കാലം ടീച്ചിങ് ജോബ് എനിക്ക് വേണ്ട എന്ന രീതിയിൽ പോലും ചിന്തിക്കുന്നത് അതുകൊണ്ടാണ്. പിന്നെന്ന് പറയുന്നത്, നമ്മൾ ഒരു ടൈം ഉണ്ടല്ലോ, എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ആ ടൈം കഴിഞ്ഞാൽ ബൗണ്ടറി നമ്മൾ സെറ്റ് ചെയ്യുക. ആ ഒരു ടൈമിൽ നമ്മൾ പാരൻസിനോട് ആദ്യം തന്നെ പറഞ്ഞു വെക്കുക, ഈ ഒരു ടൈം കഴിഞ്ഞാൽ പ്ലീസ് ഞാനൊരു ഫാമിലി ആയിട്ടുള്ളത് ആദ്യം പറഞ്ഞു വെച്ചാൽ ഒരു കുഴപ്പമില്ല. സെറ്റ് അവർ ബൗണ്ടറീസ് ഫസ്റ്റ്. ഇനിയിപ്പോൾ ടീച്ചേഴ്സൊന്നും മാത്രമല്ല, നമ്മുടെ ഏതൊരു പ്രൊഫഷൻ ആയിക്കോട്ടെ, ഏതൊരു പ്രൊഫഷനും അതിൻ്റെതായിട്ടുള്ള ഭംഗി ഉണ്ടായിരിക്കും. നമ്മൾ ആ ഭംഗി മനസ്സിലാക്കുക. സംഭവം നെഗറ്റീവും, എവ്രി കോയിൻ ഹാവ് സെയിം 2 sides ഉണ്ടാവും. നെഗറ്റീവ്സും ഉണ്ടാവും, പോസിറ്റീവും. അതേപോലെ ഏതൊരു ജോബിനും നെഗറ്റീവും പോസിറ്റീവും ഉണ്ടായിരിക്കും. അപ്പം നമ്മളെപ്പോഴും പല ആൾക്കാരും നെഗറ്റീവിൽ കൂടുതൽ ഫോക്കസ് ചെയ്യും. പക്ഷെ വി ഷുഡ് ഫോക്കസ്, നമുക്ക് എന്തുകൊണ്ട് പോസിറ്റീവിൽ ഫോക്കസ് ചെയ്തുകൂടാ? 99.9% നെഗറ്റീവ് നോക്കിയിട്ട് ആ 0.1 മാത്രം നമ്മൾ എന്ത് ചെയ്യും, പോസിറ്റീവ് കാണുന്ന ഒരു സൊസൈറ്റി ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേര് ഇന്ന് നമ്മുടെ ലോകത്തുണ്ട്. ആ ഈ 0.1% ഉണ്ടല്ലോ, ആ ഒരു പോസിറ്റീവ്, അതിനെ ബാക്കി എല്ലാത്തിനും മാറ്റിമറിക്കാനുള്ളൊരു പവർ ഉണ്ട്. അത് നമ്മൾ റിയലൈസ് ചെയ്യുക എന്നുള്ളതാണ്. സോ സെറ്റ് അവർ ബൗണ്ടറീസ് ഫസ്റ്റ്. അതാണ് ഏറ്റവും വലിയ സൊല്യൂഷൻ. എന്ത് ജോബ് ആയിക്കോട്ടെ, ആ ജോബിന് ഇപ്പം ഏതൊരു നാട്ടിലാണെങ്കിലും ലേബർ ലോ പ്രകാരം ഇത്ര സമയം ഉണ്ടല്ലോ, അത് കഴിഞ്ഞ് നമ്മളത് റിയലൈസ് ചെയ്യുക. എൻ്റെ ജോബ് ഈ ഒരു ടൈമാണ്, സോ ഇത് കഴിഞ്ഞാൽ ഞാൻ ഇത്ര സമയം എനിക്ക് വേണ്ടി ഒരു ക്വാളിറ്റി ടൈം സ്പെൻഡ് ചെയ്യാം. ഏതൊരു പേഴ്സൺ ആയിക്കണം, അവനവന് വേണ്ടിയിട്ട് കുറച്ച് അറ്റ്ലീസ്റ്റ് ഒരു 20 മിനിറ്റ് അവനവന് വേണ്ടിയിട്ടൊന്ന് സ്പെൻഡ് ചെയ്യണം. നമ്മുടെ യെസ്, അത് വേണം. അതെ, ഇപ്പൊ ഞാനിങ്ങനെ 2 കുട്ടികളെ, എനിക്ക് ഒരാൾക്ക് 9 വയസ്സ്, ഒരാൾക്ക് 5 വയസ്സാണ്. 2 പൊക്കിരികളാണ്. എന്നാലും കുഴപ്പമൊന്നുമില്ല, അവർ കട്ട സപ്പോർട്ടായിട്ടുണ്ട്. എൻ്റെ ഫാമിലിയും നല്ല സപ്പോർട്ടാണ്. ഹസ്ബൻഡ് ആണെങ്കിലും ഇപ്പം ബ്രദറും ഫാമിലി ഉണ്ട്, അവരാണെങ്കിലും എല്ലാവരും സപ്പോർട്ട്. കാരണം ഇപ്പം പിള്ളേരെ ഞാൻ അവിടെ ആക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുള്ളത്. അതേപോലെ നാട്ടിലാണെങ്കിലും എൻ്റെ 2 വീട്ടുകാർ, എൻ്റെ ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും, ഹസ്ബൻഡ് ഉമ്മയാണെങ്കിലും ഉപ്പയാണെങ്കിലും എല്ലാവരും ഫ്രണ്ട്സാണ്. ഒരു നല്ലൊരു സപ്പോർട്ട് സർക്കിൾ എനിക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹത്താലുണ്ട്. ആ ഒരു സപ്പോർട്ട് സർക്കിളോട് കൂടെയാണ് നമുക്ക് എല്ലാവരും പറയും വളർച്ച വരുമ്പോൾ നമ്മുടെ ഒരു സറൗണ്ടിങ്സ് ഒരു ഫാക്ടറാണെന്ന്. സറൗണ്ടിങ്സ് എല്ലാവർക്കും നല്ലതാവണമെന്നൊന്നുമില്ല കേട്ടോ. പക്ഷെ എൻ്റെ സറൗണ്ടിങ്സ് കുഴപ്പമൊന്നുമില്ല, എനിക്കെല്ലാം സെറ്റായിരുന്നു. പക്ഷെ ഇതല്ലാത്ത ആൾക്കാർ മാറിയവരും നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അത്തരം ആൾക്കാർക്കും കൂടെ ഒരു അവർ നമുക്കൊരു പ്രചോദനമായിട്ട് വരുന്ന പോലും ഉണ്ട്. സോ അത്തരം കാര്യങ്ങളാണ് പറയാൻ. താങ്കളുടെ ഒരു പേഴ്സണൽ ഇൻസ്റ്റൻസും പിന്നെ ഒരു ചോദ്യത്തോടു കൂടി നമ്മുടെ പോഡ്കാസ്റ്റിന്റെ ക്ലൈമാക്സിലേക്ക് കടക്കാം. ബേസിക്കലി എനിക്ക് തോന്നുന്നു താങ്കൾ ഡിഗ്രി കഴിഞ്ഞപ്പോൾ തന്നെ മാരീഡ് ലൈഫിലേക്ക് എൻട്രി ചെയ്ത ഒരാളാണ്. അതിനുശേഷം പറഞ്ഞ പോലെ ഫാമിലി സപ്പോർട്ട് കൊണ്ടായിരിക്കുമല്ലോ മാസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് പോയത്. വാട്ട് കെപ്റ്റ് യു മോട്ടിവേറ്റഡ്? എനിക്ക് പഠിക്കണം, എനിക്കൊരു പ്രൊഫഷണൽ ആവണം. തീർച്ചയായിട്ടും ഒരുപാട് പേർക്ക് ചടച്ചു പോകുന്ന ഒരു ഘട്ടമാണത്. കാരണം ചാലഞ്ച് കൂടിക്കൊണ്ടിരിക്കുകയാണ്, റെസ്പോൺസിബിലിറ്റി കൂടുകയാണ്. എന്തായിരുന്നു താങ്കളുടെ ഒരു മോട്ടിവേഷൻ? ചുരുക്കത്തിലൊന്ന് പറയാം. ഞാനൊരു +2 മുതലാണ് കുറച്ചൊന്ന് ആക്റ്റീവായി തുടങ്ങുന്നത്. 10th പഠിക്കുമ്പോൾ ഞാൻ ഉറുദു എസ് എഴുതുമായിരുന്നു. അതിൽ അന്ന് സ്റ്റേറ്റിൽ പോയി. അന്ന് ഞങ്ങളുടെ സ്കൂളിൽ ആദ്യമായിട്ടാണ് കുറച്ച് പേർക്ക് സ്റ്റേറ്റിൽ തൊടാമാരി. അപ്പോൾ എൻ്റെ ഉറുദു ടീച്ചർ, ഷക്കീല ടീച്ചർ, അപ്പം ആ ഒരു എനിക്ക് എന്നെ ഉറുദു കുട്ടി എന്നാണ് വിളിച്ചിരുന്നത്. കാരണം ഉറുദുവിന് ഏത് പ്രോഗ്രാമിലും എന്തെങ്കിലും പ്രൈസ് അടിക്കുമായിരുന്നു. അങ്ങനെ ആ ഒരു ഇൻസിഡന്റ് ആണ്. കൊള്ളാലോ, എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അതായത് നമുക്ക് എന്തെങ്കിലും ഒരു സക്സസ് വരുമ്പോൾ നമ്മൾ അവിടെ ഒരു രസം കിട്ടുമല്ലോ. ആ രസം കിട്ടിയാൽ പിന്നെ നമ്മൾ വീണ്ടും സക്സസ് എങ്ങനെയെങ്കിലും ഒക്കെ എത്തിപ്പെടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കും. ദെൻ +2 എത്തി, ഭയങ്കര ആക്റ്റീവാണ്. ടീച്ചേഴ്സൊക്കെ ഭയങ്കര സപ്പോർട്ടാണ്. ഞാൻ MA ഗേൾസിലാണ് പഠിച്ചത്. ദെൻ അവിടുന്ന് MESലാണ് ഡിഗ്രി ചെയ്തത്. BEd MES പൊന്നാനി കോളേജിലാണ്. അവിടെ അത് NSSന്റെ വളണ്ടിയർ ആയിരുന്നു. അടിച്ചു പൊളിച്ചു. അതായത് നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. നല്ല എഡ്യൂക്കേഷനോടുകൂടെ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് ഒരു നോർമൽ ഒരു 18 വയസ്സ് കഴിഞ്ഞാൽ കല്യാണം കഴിക്കുന്ന ഒരു അന്നത്തെ കാലം, അതായത് 2015 എൻ്റെ മാരേജ് കഴിയുന്നത്. അപ്പം ഞാനായിട്ട് എടുത്ത തീരുമാനമായിരുന്നു, ഓക്കെ എൻ്റെ ഹസ്ബൻഡ് ഒരു മോനാണ്, 2 അനിയത്തികളാണ്, സോ ഉപ്പയും തനിയല്ല വീട്ടിൽ ഇരിക്കാം, ഓൺലൈനായിട്ട് പഠിക്കാം, അങ്ങനെ ചെയ്തു. പക്ഷെ അതെൻ്റെ ഒരു വേഴ്സ്റ്റ് ഡിസിഷൻ ആയിരുന്നു. ഇപ്പോഴും എനിക്ക് എൻ്റെ PG ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടാത്തൊരവസ്ഥ വരെ എത്തിയിട്ടുണ്ടായിരുന്നു. സോ പക്ഷെ അതിനുശേഷം ഒരുപാട് കോഴ്സ് ചെയ്തു, അതൊക്കെ ഒറിജിനൽ കയ്യിലുണ്ട്. അപ്പം പറഞ്ഞു വരുന്നതെന്ന് വെച്ചാൽ അവിടെ നിന്നാണ് എൻ്റെ തുടക്കം. പിന്നീട്
ഒരു സുപ്രഭാതത്തില് ഞാൻ ചോദിച്ചു ഹസ്ബൻഡിനോട്, പോട്ടെ ജോബിന് പോട്ടെ, പൊയ്ക്കോട്ടെ. അല്ല പഠിക്കാൻ പോട്ടെ, ബി എഡ് ആണല്ലോ പിന്നുള്ള ഒരു കച്ചിത്തരും എല്ലാവർക്കും ഒന്ന് ഇറങ്ങാൻ. അപ്പൊ ഹസ്ബൻഡ് പറഞ്ഞു മോനക്ക് ഒരു വയസ്സ് കഴിഞ്ഞിട്ട് കുറച്ചും കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു. അടുത്ത ഇതില് ഓക്കെ ഉപ്പാനോട് ചോദിച്ചു, പെർമിഷൻ എടുത്തു, അങ്ങനെ മെറിറ്റിൽ കിട്ടി, പോയി. പിന്നീട് ബി.എഡ് പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ രണ്ടാമത് ക്യാരിങ് ആയി. ആദ്യത്തേത് 7 മാസത്തിലായിരുന്നു പ്രസവം ഉണ്ടായിരുന്നത്. രണ്ടാമത്തേത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആണ്, എനിക്ക് റെസ്റ്റ് എടുക്കണമായിരുന്നു. പക്ഷേ നമ്മൾ പറയില്ലേ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ എന്ത് തീവ്രമായി ആഗ്രഹിച്ചു അതിന് പ്രപഞ്ചം വഴിയൊരുക്കും എന്നൊക്കെ പറയില്ലേ, അതേപോലെ ഒന്നും എൻ്റെ ലൈഫിലുണ്ടായി. ബിക്കോസ് ഞാൻ ജനറൽ സെക്രട്ടറി ആയിരുന്നു, MA ട്രെയിനിങ് കോളേജിലായിരുന്നു പഠിച്ചിരുന്നത്, B.എഡ് സോഷ്യൽ സയൻസ് ആയിരുന്നു. ഫസ്റ്റ് ഇയർ കഴിയാൻ ഒരു 10 ദിവസമുള്ള സമയത്താണ് എനിക്ക് ഭയങ്കര ബെഡ് റെസ്റ്റ്, ഇനി പോകാനേ പറ്റില്ല. അങ്ങനെയായി ഭയങ്കര വിഷമിച്ചിരിക്കുക, ഹോസ്പിറ്റലിൽ സർജറി കഴിഞ്ഞ് ഇങ്ങനെ ആകെ ഒരു വിഷമിച്ചിരിക്കുന്ന സമയം തന്നെ. ഇനി ഇവിടുന്ന് ഇങ്ങോട്ട് എന്തെന്നില്ല, കാരണം ഒരു 10 ദിവസം പോയാലും എൻ്റെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞു, പിന്നെ എനിക്ക് കുഴപ്പമില്ല, ഡെലിവറി കഴിഞ്ഞ് വരാമല്ലോ. പക്ഷെ അത് നടക്കില്ല, ഞാൻ ഫസ്റ്റ് ഡേ ചെയ്തു ടാസ്ക് മുതൽ ചെയ്യണമായിരുന്നു. അപ്പോഴാണ് ഇങ്ങനെ TV കാണുന്നത് കേരളത്തിൽ 21 ഡേയ്സിന്റെ ലോക്ക്ഡൌൺ വരികയാണ്, കുറച്ച് പേര് ഇറ്റലിയിൽ നിന്ന് വന്നവർക്ക് കോവിഡ് ഉണ്ട്. അപ്പൊ എല്ലാവരും വിഷമിച്ചിരിക്കുന്ന സമയത്ത് ലോട്ടറി അടിച്ചല്ലോ എന്നുള്ളൊരു ചിന്ത മനസ്സിൽ വന്നു. പിന്നീട് എന്റെ പ്രസവം മാനസികമായി ആർക്കും കൊറോണ വരണമെന്നൊന്നുമല്ല പുള്ളിക്കാരത്തി ആഗ്രഹിച്ചത്, ആർക്കൊന്നും ആർക്കൊന്നും വരരുത്, അത് കോവിഡ് എന്നുള്ളത് മഹാമാരി തന്നെ ആയിരുന്നു. പക്ഷെ അതില് ബെനിഫിറ്റ് വന്ന വേറെ കുറച്ച് പേര് ഇതേപോലെ ചെറിയൊരു ബെനിഫിറ്റ് വന്നതിൽ പെട്ട ഒരാളാണ് ഞാനൊക്കെ. അപ്പോ അങ്ങനെ എന്റെ B.എഡ് കഴിഞ്ഞു. B.എഡ് കഴിഞ്ഞ് ഡിസ്റ്റിങ്ഷനോട് കൂടെ പാസ്സായി. ഫസ്റ്റ് സെം റിസൾട്ട് വരുമ്പോൾ ഞാൻ നന്നാ കോളേജിന്റെ ടോപ്പർ ആയിരുന്നത്. അത് കിടന്നുകൊണ്ട് എഴുതാൻ പറ്റുമെന്ന് വെച്ചൊരു പക്ഷെ നമ്മൾ പറയും പറ്റില്ല എന്ന്. പക്ഷെ എൻ്റെത് ബെഡ് റിഡൺ ആയിട്ടാണല്ലോ, 2 കാലും പൊക്കി വെച്ച് കിടക്കണമായിരുന്നു, പില്ല യൂസ് ചെയ്യാൻ പാടില്ല, അത്രയും ഭയങ്കര റെസ്റ്റ്. ഈവൻ ഹോസ്പിറ്റലിൽ പോകണമെങ്കിൽ പോലും ആംബുലൻസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞൊരു സിസ്റ്റം, അത്രയും കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു. പക്ഷെ എൻ്റെ ഉമ്മ ഒരു നഴ്സ് ആയതുകൊണ്ട് ഈവൻ ഇഞ്ചക്ഷൻ ഒക്കെ വീട്ടിൽ നിന്ന് തന്നെ ചെയ്യായിരുന്നു. വീക്ക്ലി 1 ഇഞ്ചക്ഷൻ ഉണ്ടാവും, അതൊക്കെ അങ്ങനെ ചെയ്തു. പിന്നെ പിന്നീട് അതിനുശേഷം ഒരു ഇന്റർവ്യൂ, ഇതേപോലെ ഇന്റർവ്യൂവിന് പോയി. ഇന്റർവ്യൂ പിന്നീട് ഞാനൊരു കോളേജിന്റെ പ്രിൻസിപ്പൽ, VSC വിമൻസ് അക്കാദമി എന്ന് പറയുന്ന ഒരു കോളേജിന്റെ പ്രിൻസിപ്പൽ പോസ്റ്റിലോട്ട് വന്നു. 2.5 വർഷം അവിടെ ഉണ്ടായിരുന്നു. പിന്നീട് കൗൺസിലിംഗ് ട്രെയിനിങ് മേഖലയിലോട്ട് വന്നു. പിന്നെ ക്യാമ്പനം സ്കൂൾ ഓഫ് ലൈഫ് ഇന്റർനാഷണൽ പറയുന്ന സ്കൂളിലെ സ്കൂൾ കൗൺസിലറായി. അതുപോലെ തന്നെ ഷീൻ ട്രെയിനറായി. LTTP എന്ന് പറയുന്ന ഹാദിയ CC പാണക്കാട് ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്, അതിൻ്റെ ട്രെയിനറായി. പിന്നീട് എനിക്ക് ഒരുപാട് അവസരങ്ങൾ അവർ തുറന്നു. പറയില്ലേ, നമുക്ക് ഒരുപാട് അവസരങ്ങൾ തന്നത് ഈ 2 ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഒന്ന് ഹാദിയ CSC, അതേപോലെ തന്നെ ക്യാമ്പനം സ്കൂൾ ഓഫ് ലൈഫ് ഇന്റർനാഷണൽ. എനിക്ക് എൻ്റെ ഒരു ട്രെയിനിങ് കൗൺസിലിംഗ് മേഖല എനിക്ക് ഒരുപാട് അവസരങ്ങൾ, ഞാൻ പോലും അറിയാതെ എന്നെ തിരിച്ചറിഞ്ഞ സ്ഥാപനങ്ങളെന്ന് പോലും നമുക്ക് പറയാൻ പറ്റും. ചില സ്ഥാപനങ്ങൾ നമ്മൾ നന്നായി വളർത്തും, എല്ലാവർക്കും രക്ഷ അങ്ങനെ ആവണമെന്നില്ല. പക്ഷെ എൻ്റെ കേസിൽ എന്നെ നന്നായി വളർത്തിയ സ്ഥാപനങ്ങളായിരുന്നു ഇതൊക്കെ. പിന്നീട് ഈവൻ ഞാനൊരു സോഷ്യൽ മീഡിയയിൽ ഒരു വീഡിയോ പോലും ഞാൻ പോസ്റ്റ് ചെയ്തിട്ട്, ആദ്യമായിട്ട് എൻ്റെ സ്കൂളിൽ നിന്നൊരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത്. അന്ന് എന്നെ ഇൻസ്പയർ ചെയ്തത് എൻ്റെ സ്കൂളിൻ്റെ ഡയറക്ടറും അതേപോലെ തന്നെ അവിടെ മീഡിയയിലുള്ള സിന്ധു മാം എന്നുള്ളവരൊക്കെ ആയിരുന്നു, കബീർ സാർ, അവരൊക്കെ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടാണ് പിന്നീട് അങ്ങനെ. അതേപോലെ തന്നെ ട്രെയിനിങ് രംഗത്തും 700ഓളം ലേഡീസിന് ഒരു ട്രെയിനിങ് കൊടുക്കാനുള്ള ഒരു അവസരം അയലക്കാട് തന്നു. അത് എന്നെ വിശ്വസിച്ച് ആ സ്കൂളിൽ തന്നു. അതൊക്കെ നമ്മുടെ കോൺഫിഡൻസ് കൂടി. ഇന്ന് 700 അല്ല, ഇന്ന് 1000 2000 എത്ര ആൾക്കാർ വന്നാലും മൈക്ക് എൻ്റെ കോൺഫിഡൻസ് ആയിട്ട് മാറിയിട്ടുണ്ടെങ്കിൽ അതിനൊക്കെ ഉത്തരവാദികൾ ഇവരെല്ലാവരുമാണ്. സോ അങ്ങനെ മൊത്തത്തിൽ എനിക്കൊരു സപ്പോർട്ട് സർക്കിൾ വന്നു. അങ്ങനെ യുഎയിലെത്തിയപ്പോൾ കുട്ടികൾക്ക് ഓൺലൈൻ സ്കൂളാണ്, ഇവിടെ അഡ്മിഷൻ കിട്ടിയില്ല, അബുദാബിയിൽ അഡ്മിഷൻ കിട്ടിയില്ല, ഭയങ്കര റൈറ്റ് ആണല്ലോ. അങ്ങനെ ആ ഒരു ടൈമിൽ ഞാനൊരു ഓൺലൈൻ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ അക്കാദമി ഹെഡായിട്ട് ജോയിൻ ചെയ്തു. സ്കൈലോൺ ഓൺലൈൻ ലേണിംഗ് എന്ന് പറയും, ഹൈലൈറ്റ് മാളിലാണ്, കോഴിക്കോട് ഹൈലൈറ്റ് മാളിലാണ് അവരുടെ ഓഫീസ് വരുന്നത്. ആ ഒരു ഇയർ അവരുമായി അങ്ങനെ പിന്നെ 2-3 വർഷമായിട്ട് ഇന്ത്യൻ കൗൺസിൽ അസോസിയേഷൻ മെമ്പറും കൂടെയാണ്. സോ അങ്ങനെ ഇപ്പൊ കറന്റ്ലി കൗൺസിലിംഗ് കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളെ UAE ഓഫ്ലൈനിന് സ്പെഷ്യലൈസ് ചെയ്ത് ലൈസൻസ് വേണ്ടി വരുന്നത്. പക്ഷെ ഓൺലൈൻ കൗൺസിലിങ്ങിന് നമ്മുടെ സർട്ടിഫിക്കേഷനും നമ്മുടെ ഈ ഒരു ലൈസൻസും അപ്ലിക്കബിൾ ആണ്. സോ നമുക്ക് ക്ലയൻസ് ഉണ്ട്, UK അയർലാൻഡിൽ നിന്നൊക്കെ ക്ലയൻസ് ഉണ്ട്, UAE ഉണ്ട്, ഓൾ ഓവർ നമുക്ക് അവിടെ നിന്നൊക്കെ ആയിട്ട് ക്ലയൻസ് ഒക്കെ ഉണ്ട്. സോ ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ മൂവിങ് ഓൺ ടു ദ ഫൈനൽ ക്വസ്റ്റ്യൻ ഓഫ് അവർ പോഡ്കാസ്റ്റ് സെഷൻ. എന്തെന്ന് വെച്ചാൽ എല്ലാവരും തെറാപ്പിക്ക് വരുമ്പം എല്ലാം തുറന്നു പറയണമെന്നില്ല, കുട്ടികളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ. ആൻഡ് തെറാപ്പിക്ക് പോകണോ എന്ന് ചിന്തിക്കുന്നവർ ഒരുപക്ഷെ ഈ വീഡിയോ കാണുന്നുണ്ടാവും. ഇനി തെറാപ്പിക്ക് പോയി അവരെന്ത് വിചാരിക്കും, എൻ്റെ ഡാർക്ക് സീക്രറ്റ് എല്ലാം പുറത്തു വരില്ലേ. പേഴ്സണൽ സ്പേസിൽ നിൽക്കുന്നവരുണ്ടാവുമല്ലോ, ഇൻട്രോവേർട്സ് ആയിട്ടുള്ളവരും സീക്രസി പ്രിഫർ ചെയ്യുന്നവരും ഒക്കെ. അവരോടൊക്കെ ജനറലായിട്ട് ചുരുക്കത്തിൽ എന്താണ് താങ്കൾക്ക് പറയുന്നത്? എല്ലാ കൗൺസിലേഴ്സും
അവരുടെ ഏറ്റവും വലിയൊരു പവർ എന്ന് പറയുന്നത് കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളതാണ്. എന്നെപ്പോലുള്ള ഓരോ കൗൺസിലേഴ്സും അവരുടെ ക്ലയൻസിൻ്റെ കോൺഫിഡൻഷ്യാലിറ്റി ദൈവവും അവരും അല്ലാതെ മറ്റാരും അറിയാതെ കീപ്പ് ചെയ്യുന്നവരാണ്. ക്ലയൻറ്റിൻ്റെ സാറ്റിസ്ഫാക്ഷനും ക്ലയൻറ്റിൻ്റെ ഡെവലപ്മെൻറ്റാണ് എവ്രി കൗൺസിലറുടെ പവർ എന്ന് പറയുന്നതും അത് മുന്നോട്ട് കൊണ്ടുപോകാനും അവരെ ഏറ്റവും കൂടുതൽ ബൂസ്റ്റ് ചെയ്യാനും അവരെ എംപവർ ചെയ്യാനുമാണ് ഞങ്ങൾ ആ ഒരു കൗൺസിലിംഗ് സൈക്കോളജി കഴിഞ്ഞ് ഇറങ്ങുന്ന സമയത്ത് ഒരു സത്യപ്രതിജ്ഞ എടുത്തിട്ട് ഇറങ്ങുന്നത്. അത് അന്നും ഇന്നും ഇനി എന്നും എൻ്റെ മരണം വരെ അത് എന്നും മെയിൻറ്റെയിൻ ചെയ്തു പോകുന്നതായിരിക്കും. ഇതേപോലെ തന്നെ ഒരുപാട് കൗൺസിലേഴ്സ് ഈ ലോകത്തുണ്ട്. സോ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ വിഷമങ്ങളും കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾക്ക് അപ്രോച്ച് ചെയ്യാൻ നിങ്ങളുടെ അടുത്ത് ആരാണോ നിങ്ങൾ ധൈര്യമായിട്ട് പൊക്കോളൂ. അവരുടെ പ്രോട്ടോക്കോളിൽ അത് പറയുന്നുണ്ട്, കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യും. 100% നിങ്ങളുടെ ആ ഒരു സീക്രട്സും കാര്യങ്ങളൊന്നും ഔട്ട് ചെയ്യില്ല. സോ അത് കോൺഫിഡൻ്റ് ആണ് അക്കാര്യത്തിൽ. സോ യു ക്യാൻ അപ്രോച്ച്. നിങ്ങളാരും തനിച്ചല്ല, ഒരു കൂട്ടം കൗൺസിലേഴ്സും മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽസും ഇന്ന് നിങ്ങൾക്ക് സപ്പോർട്ടായിട്ട് ഈ ലോകത്തുണ്ട്. സോ യു ക്യാൻ ഓൾവേസ് വെൽക്കം. ഓ, ഹൗ സ്വീറ്റ്, ഹൗ സ്വീറ്റ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു വാസ്റ്റ് ടോപ്പിക് വളരെ ചുരുക്ക സമയത്തിൽ ഇത് ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നതായിരുന്നു നമ്മുടെ ചാലഞ്ച്. ബട്ട് ഐ തിങ്ക് മാക്സിമം ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട്. പിന്നെ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ്ലി ഈ ഒരു പോഡ്കാസ്റ്റ് സെഷനിലൂടെ പറയാൻ ആഗ്രഹിക്കുന്നതെന്ന് വെച്ചാൽ വി ഓൾ ഹാവ് അവർ സ്റ്റോറീസ്, വി ഓൾ ഹാവ് അവർ പെയിൻ, വി ഓൾ ഹാവ് അവർ ട്രോമ, ആൻഡ് ദർ ആർ എക്സ്പീരിയൻസ്ഡ് എക്സ്പെർട്ടീസ് ലൈസൻസ്ഡ് പ്രൊഫഷണൽസ് ടു ഹെൽപ്പ് അസ് ഔട്ട്. അവരുടെ ഹെൽപ്പ് തേടുന്നതുകൊണ്ട് നിങ്ങൾക്കൊന്നും നഷ്ടമാവത്തില്ല, നല്ലൊരു ജീവിതമേ ഉണ്ടാവത്തുള്ളൂ. അത് കുഞ്ഞുങ്ങളായിക്കോട്ടെ മുതിർന്നവരായിക്കോട്ടെ, ഏജ് ഇസ് ജസ്റ്റ് എ നമ്പർ. ദേ നോ ഹൗ ടു ഗൈഡ് യു റൈറ്റ് ആൻഡ് യു ക്യാൻ ട്രസ്റ്റ് ദം, യു ക്യാൻ ബിലീവ് ദം, ബിക്കോസ് മെൻ്റൽ ഹെൽത്ത് ആൻഡ് മെൻ്റൽ ഹീലിംഗ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് നൗഡേയ്സ്. സോ ഈ ഒരു വലിയ ടോപ്പിക്കിന് വളരെ ചുരുക്കത്തിൽ തങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഇത്ര മനോഹരമായി പറഞ്ഞു തന്നതിന് താങ്ക് യു സോ മച്ച്. ഓൾ ദി വെരി ബെസ്റ്റ് ഫോർ യുവർ അപ്കമിങ് ഇവൻറ്റ്സ് ആയിക്കോട്ടെ, സെഷൻസ് ആയിക്കോട്ടെ, വെഞ്ചേഴ്സ് ആയിക്കോട്ടെ, എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. താങ്ക് യു സോ മച്ച് ഫോർ വാല്യുബിൾ ടൈം ആൻഡ് താങ്ക് യു ഫോർ ബീങ് എ ഗസ്റ്റ്. എനിക്ക് തോന്നുന്നു ആദ്യത്തെ പോഡ്കാസ്റ്റ് ആണ് അല്ലേ? ലൈഫിൽ മറക്കില്ലല്ലോ? ഒരിക്കലും മറക്കില്ല. എടുത്തു പറയാം, ആസാദാണ് ഈ ഒരു കണക്ഷൻ തന്നത്. സോറി ആസാദ്, പെട്ടെന്ന് അൺഫോർച്ചുനേറ്റ്ലി ഇവിടുന്ന് ആസാദിന്റെ പേര് കിട്ടിയില്ല, ബാക്കി എല്ലാവരും പേര് കിട്ടി. ദെൻ അപ്പൂരെ മുന്നേ ഒരു പ്രോഗ്രാമിന് കണ്ടിട്ടുണ്ടായിരുന്നു, പക്ഷെ പരിചയപ്പെടുന്നത് ഇവിടുന്നാണ്. വളരെ ഫ്രീ ആയിട്ട് സംസാരിച്ചു. താങ്ക് യു അപ്പു. താങ്ക് യു സോ മച്ച്. ഈ ഒരു പോഡ്കാസ്റ്റ് സെഷൻ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു, നിങ്ങൾക്കും കുറേ നല്ല അറിവുകൾ ലഭിച്ചു എന്ന് വിശ്വസിക്കുന്നു. ദാറ്റ് വാസ് അസ്നത് മൻസൂർ ആൻഡ് യു ആർ നോട്ട് അലോൺ. ഡോണ്ട് ഫർഗെറ്റ്, വി ആർ ഓൾ ദെയർ ഫോർ യു. ടേക്ക് കെയർ. We will be back again with another guest. Thank you.